എല്ലാ മാന്യസ്നേഹിതർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ദൈവസന്നിധികൾ നമ്മൾ മുഴങ്കാൽ മടക്കിയ നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ നിലവാരത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യാശയുടെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. അനുഭവസമ്പന്നവും പ്രത്യാശ നിർഭരവുമായ ഒരു നല്ല സാക്ഷിയും പങ്കിടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്നും ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസ്ഥലായിരിക്കാൻ ഓർപ്പിച്ചുകൊണ്ട് തിരുവെടുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ക്ഷണിക്കുന്നു. കഴിഞ്ഞ രാത്രികൾ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുപോകാം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാം. വരുവീൻ കണ്ടുടങ്ങുക. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു. വരുവിൻ, മറന്നുപോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറയും. വരുവിൻ, മറന്നുപോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഈ തിരുവിടത്തിനെ ആധാരമാക്കി പടിനിമ ഇസ്രായേലിനോട് ദൈവം ചെയ്തതായ നീക്കം വരാത്ത നിയമത്തെക്കുറിച്ച് പ്രാരംഭമായി അല്പമായി നമ്മൾ ചിന്തിച്ചു. അനന്തരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അഭയത്തിനു വേണ്ടി ഓടിവരുന്ന ഒരു ഭക്തനോട് ഒരിക്കലും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതും മാറിപ്പോകാത്തതുമായ വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയാൽ നിയമം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയോട് കർത്താവ് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയെ ചിന്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിലെ ആലോചന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം തിരുവായി മൊഴിഞ്ഞു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അരിക്കൽ വരും. വായിച്ചു നോക്കാം. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും വായിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിന് നൽകുവാനുള്ള നീക്കം വരാത്ത വാഗ്ദത്തത്തിന്റെ ഒരു ഉടമ്പടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. രണ്ട് വിഷയങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം തരുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു ക്രിസ്തു നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ആ 3 വ്യക്തിപരമായ വാഗ്ദത്തങ്ങളെ വീണ്ടും നമ്മൾ തിരിച്ചു പഠിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് 3 വ്യത്യസ്തമായ വാഗ്ദത്തങ്ങളുടെ ഉടമ്പടി കർത്താവ് അവിടെ കൊടുക്കുന്ന കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 35-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കത്തില്ല, എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. കഴിഞ്ഞ രാത്രിയിൽ ആ തിരുവെടുത്തിനെ ആധാരമാക്കി നമ്മൾ ചിന്തിച്ചു. ഇന്ന് ലോകത്തിൽ മാനവ ജാതിയുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതായ 2 വിധത്തിലുള്ള ദാഹത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിക്ക് ആ വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും എപ്രകാരം വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നുവെന്നും ആത്മീയമായ ഒരു തൃപ്തി അവരുടെ ജീവിതത്തിൽ ഏത് നിലവാരത്തിൽ പ്രാപിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ചും കഴിഞ്ഞ രാത്രികൾ നമ്മൾ ചിന്തിച്ചു. അനന്തരമായി 6-ാം അധ്യായത്തിന് 37-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അടുത്തതായി നൽകുന്ന വാഗ്ദത്തത്തിന്റെ ഉടമ്പടി, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവ് യേശു ക്രിസ്തു തള്ളിക്കളയാത്ത ഒരു ദൈവം എന്നതിനെക്കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടാണ് ദൈവത്തിന്റെ ആലോചന അവസാനിപ്പിച്ചത്. അതിന്റെ 40-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ
അവിടെ കർത്താവ് യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന ഒരു ഭക്തന് നൽകുന്ന മൂന്നാമത്തെ വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയെ കാണുവാൻ സാധിക്കണം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിച്ചാണ്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് കർത്താവ് വാഗ്ദത്തം തരുന്നു. ഭൂതലത്തിലുള്ള സമസ്ത ജീവജാലങ്ങളിലും മനുഷ്യന് മാത്രം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് അവന് ആത്മാവുണ്ട് എന്നുള്ളതാകും. മനുഷ്യന് ആത്മാവുണ്ട് എന്നുള്ളത് കൊണ്ട് ആകിയാൽ മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ട് എന്ന് കാണുവാൻ സാധിക്കണം. മനുഷ്യൻ ഭൂതലത്തിൽ ഭക്തിയോടും ഭയത്തോടും ജീവിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തരം മനുഷ്യന്റെ ജീവനുണ്ട്. മരണാനന്തരം മനുഷ്യന് നീക്കം വരാത്ത നിത്യമായ ഒരു ആത്മാവുണ്ട്. ആകിയാൽ ആത്മാവുണ്ടാകിയാൽ മരണാനന്തര ജീവിതമുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ഭക്തിയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവനാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിച്ചുണർത്തുന്നു, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ എന്ന് വിശുദ്ധ പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകിയാൽ മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തരം മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു നിത്യമായ ആത്മാവുണ്ട് എന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്തത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാകും. മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുണർത്തുന്ന മരണാനന്തരം മനുഷ്യന്റെ 2 വിധത്തിലുള്ള ഉയർപ്പിനെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായിട്ട് എഴുന്നേറ്റ് വരുന്നു. വായിക്കാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. മനുഷ്യന്റെ ഉണർച്ച, മരണാനന്തരമുള്ള മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ 2 വിഭാഗത്തിലായി മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ഒരു കൂട്ടർ നിത്യജീവന് വേണ്ടി എഴുന്നേറ്റ് വരും. മറ്റൊരു കൂട്ടർ നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കും വേണ്ടി എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിക്ക് വാഗ്ദത്തം ചെയ്യുന്നത് അവനെ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കാം എന്നുള്ളതാകുന്നു കർത്താവ് നൽകുന്ന വാഗ്ദത്തം. ഈ ലോകത്തിൽ ദൈവത്തെ അറിയാതെ പാപത്തിലും പാപത്തിന്റെ അന്ധകാരത്തിലും ലോകത്തിന്റെ സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചിട്ട് നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കും വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു, നീ എന്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ ഒടുക്കലത്തെ നാളിൽ നിത്യജീവന് വേണ്ടി എഴുന്നേൽപ്പിക്കാം, ഉയർപ്പിക്കാം. അതാണ് കർത്താവ് തരുന്ന വാഗ്ദത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്ത വരും, എന്താണ് ഈ നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിത്യജീവന് വേണ്ടി എഴുന്നേൽപ്പിക്കാം, ഉയർപ്പിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നിത്യജീവൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവിക ജീവനും നിത്യജീവനും ഒന്നല്ല എന്ന് പ്രാരംഭമായി നമ്മൾ പഠിക്കണം. മനുഷ്യന്റെ സ്വാഭാവിക ജീവനും നിത്യജീവനും 2ആകണം. മനുഷ്യന്റെ സ്വാഭാവിക ജീവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവിക ജീവൻ മരണത്തോടുകൂടെ അതവനെ വിട്ടുപോകുന്നതാകുന്നു, അവസാനിക്കുന്നതാകുന്നു. എന്നാൽ നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാകുന്നു. അത് ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കണം. ആകയാൽ നിത്യജീവനാകുന്നു തിരുവെഴുത്തിന്റെ ഭാഷയിൽ സാക്ഷാലുള്ള ജീവൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. സാക്ഷാലുള്ള ജീവൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജനനത്താൽ അവന്റെ ശരീരത്തിൽ ലഭിക്കുന്ന അവന്റെ ജീവൻ മരണത്തോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ മരണത്തോടുകൂടി അവസാനിക്കാത്ത ഒരു സാക്ഷാലുള്ള ജീവൻ ഒരു മനുഷ്യനിൽ ഉണ്ട്. അതാണ് നിത്യ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ വലിയ ദാനമാണ്. ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു മനുഷ്യന് സാക്ഷാലുള്ള ജീവൻ അഥവാ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാകുന്നു. കാരണം യേശുക്രിസ്തുവാകുന്നു യഥാർത്ഥമായ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അനേക സന്ദർഭങ്ങൾ തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ കർത്താവ് തന്റെ ജീവന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തി പറയുന്ന ചില വാക്യങ്ങൾ എടുത്ത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് ഒരിക്കൽ പറയുന്നു. എന്ന് വെച്ചാൽ പാപത്താൽ വഴി നഷ്ടപ്പെട്ടു പോയ മനുഷ്യ, പാപത്താൽ ജീവൻ നഷ്ടപ്പെട്ട് മരണത്തിന് അധീനനായ മനുഷ്യ, പാപത്താൽ ജീവിതത്തിൽ സത്യം നഷ്ടപ്പെട്ട് പാപത്തിലും ഫോഷ്കിലും ജീവിക്കുന്ന മനുഷ്യ, യഥാർത്ഥ ജീവനും യഥാർത്ഥ സത്യവും യഥാർത്ഥ വഴിയും ഞാൻ തന്നെയാകുന്നുവെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കാണിക്കുന്നു. ജീവനിലേക്കുള്ള മാർഗവും യഥാർത്ഥ ജീവനും സത്യവും കർത്താവ് യേശുക്രിസ്തു. ആകയാൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വീണ്ടും കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനവും ജീവനും എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. മറ്റിടത്ത് കർത്താവ് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് തിരുവെടുത്ത് പറയുന്നു. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്ന തന്റെ ആഗമനത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവനെ കൊടുക്കുവാനുമായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ചുരുക്കത്തിൽ സാക്ഷാലുള്ള ജീവൻ അഥവാ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാകുന്നു. ആകയാൽ ഈ ലോകത്തിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കുമായി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നു, എന്റെ പിന്നാലെ വാ, എന്റെ പിന്നാലെ വന്നാൽ നിന്നെ നിത്യജീവന് വേണ്ടി ഞാൻ ഉയർപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ എന്താകുന്നു? അപ്പോൾ നിത്യജീവൻ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിത്യമരണം എന്ത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവാകുന്നു സാക്ഷാൽ ജീവൻ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സാക്ഷാലുള്ള ജീവനാകുന്ന യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോകുന്ന അവസ്ഥയാകുന്നു ആത്മീകമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാലുള്ള ജീവനായ യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോകുന്ന അവസ്ഥയാണ് ആത്മീകമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാലുള്ള ജീവനായ യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി എന്നേക്കുമായിട്ടും നിത്യമായിട്ടും അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാകുന്നു നിത്യമരണം അഥവാ രണ്ടാം മരണം അഥവാ തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവനായ ക്രിസ്തുവിൽ നിന്നും ഒരിക്കൽ പോലും ഒരു തിരിച്ചുവരവ് ശേഷിക്കാതെ എന്നേക്കുമായിട്ട് ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് അവൻ അഗ്നിഗന്ധകങ്ങളിൽ പതിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് നിത്യമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ ജീവനിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ ജീവനിലേക്ക് കടന്നു വരുന്നു. ആ ജീവനിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ജീവനായ ക്രിസ്തുവിനോടുകൂടെ സദാകാലം ജീവിക്കുന്ന ഒരു അവസ്ഥ തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ജീവനായ ക്രിസ്തുവിനോടുകൂടെ അനന്ത നിത്യത മുഴുവനും സദാകാലം അവന്റെ ജീവനിൽ വാഴുന്ന ആ അവസ്ഥയ്ക്കാകുന്നു ദൈവത്തിന്റെ വചനം നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ നിത്യജീവനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, അടുത്തത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്തത്, അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. മനുഷ്യരോടുകൂടെ ദൈവം നിത്യമായി വാസം ചെയ്യുന്ന ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരുശലേമിനെ കാണിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും
വിശ്വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവിലൂടെ മാത്രമാണ് പ്രാപിക്കാൻ കഴിയുന്നത്. സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവാണ്. സാക്ഷാലുള്ള നിത്യജീവൻ എന്ന് പറയുമ്പോൾ ജീവനായ ക്രിസ്തുവിനോടുകൂടെയുള്ള വാസമാകുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരും. നമുക്ക് ഈ നിത്യജീവനെ എപ്രകാരം പ്രാപിക്കുവാൻ സാധിക്കും? സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം 4 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചോദിക്കുന്നു, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യവുമായിട്ട് യേശുവിന്റെ അടുക്കൽ പല വ്യക്തികൾ കടന്നു വരുന്നു. 4 പ്രാവശ്യം സുവിശേഷങ്ങളിൽ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ ഒരു മനുഷ്യൻ നിത്യമായ ജീവനിൽ വാഴുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ അവൻ എന്ത് ചെയ്യണമെന്ന് തിരുവെടുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് ചെയ്യുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ. നോക്കുക, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകിയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറെ കൂടെ വ്യക്തമായി പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് അവിടെ കർത്താവ് യേശുക്രിസ്തു തിരുവായി പഠിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം വായിച്ചാട്ടെ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. അടുത്തത്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരെയാണ് കർത്താവ് യേശുക്രിസ്തു ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പോകുന്നത്? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന്. അതുകൊണ്ടാണ് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒരു മനുഷ്യൻ മരണാനന്തരം നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യനരകത്തെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് കേട്ടു, ഞങ്ങളും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ക്രൈസ്തവരായ ചില സഹോദരന്മാരുമായി ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ അവർ പറയുന്നുണ്ട്, യേശുവിൽ ഞങ്ങളും വിശ്വസിക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പലരുടെയും രൂപത്തോടുകൂടെ യേശുവിന്റെ രൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഒരുത്തൻ പുത്രനിൽ വിശ്വസിക്കുന്നുവെന്നാകുന്നില്ല, യേശുവിൽ വിശ്വസിക്കുന്നുവെന്നാകുന്നില്ല. വാസ്തവമായിട്ട് ഒരുത്തൻ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ യേശുവിനെ അവന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യേശുവിനെ അവന്റെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുക. യേശു അവന്റെ ജീവിതത്തിന്റെ നാഥനായി തീരുക. യേശു അവന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി തീരുക. യേശു അവന്റെ കർത്താവായി തീരുക. അപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കർത്തൃത്വം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നാഥൻ എന്നുള്ള സ്ഥാനം യേശുക്രിസ്തുവിന് കൊടുക്കുമ്പോഴാകുന്നു അവൻ യഥാർത്ഥമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നത്. ആകയാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിന് അവന്റെ ഹൃദയത്തിൽ അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ യേശുക്രിസ്തു ദൈവപുത്രനാകുന്നു എന്ന് അവൻ വിശ്വസിച്ച് അവന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് യേശുവിന്റെ ജീവിതത്തിന്റെ നാഥനും യേശുവിന്റെ ജീവിതത്തിന്റെ കർത്താവും യേശുവിന്റെ ഉടമസ്ഥനുമാണെന്ന് അവൻ അംഗീകരിക്കുന്ന ആ നിമിഷത്തിലാകുന്നു നിത്യജീവൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആകയാൽ നിത്യജീവനെ പ്രാപിക്കുവാൻ, മരണാനന്തരം നിത്യനരകമാകുന്ന അഗ്നിഗന്ധക പൊയ്കയെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഒരു വ്യക്തി ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ അവന്റെ ഹൃദയത്തിൽ കർത്താവായിട്ട് അംഗീകരിച്ച് യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാകുന്നു. രണ്ടാമത് തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു നിത്യജീവനെ അവകാശമാക്കുവാൻ മറ്റൊരു മാർഗം അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ യേശുക്രിസ്തു പറയുന്നു, അവന്റെ കൽപ്പനകൾ നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ കൽപ്പന
നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു നിത്യജീവന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യേശുക്രിസ്തു പറയുന്നു, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. യേശുക്രിസ്തു പറയുന്ന പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാണ് നിത്യജീവൻ. ആ കൽപ്പന പ്രമാണിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ കൽപ്പന ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവന് നിത്യജീവനുണ്ട്. തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ അനേക കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് ജീവനുണ്ട്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു പാപി നിത്യജീവനെ പ്രാപിക്കുവാൻ അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാമത്തെ ദൈവത്തിന്റെ കൽപ്പന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവെടുത്ത് ഇപ്രകാരം പഠിപ്പിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള ഒന്നാമത്തെ കൽപ്പന അതാകുന്നു. സ്തോത്രം. ഒരു പാപി മാനസാന്തരപ്പെടണം. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിയായ്മയുടെ ഒരു കാലഘട്ടമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം, സത്യത്തെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആകയാൽ അവന്റെ കൽപ്പനകളിൽ നിത്യജീവനുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഒന്നാണ് നമ്മൾ ചിന്തിച്ചത്. അവന്റെ കൽപ്പന അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ചാൽ ലോകത്തിന്റെ 7 വൻകരകളിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അവർ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടേ സാധിക്കത്തുള്ളൂ. നിത്യജീവനെ പ്രാപിക്കണമോ മാനസാന്തരപ്പെട്ടേ സാധിക്കത്തുള്ളൂ. ഏത് ജാതിയിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും പെന്തക്കോസ്തുകാരനാണെങ്കിലും ശരി, മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ത്യയിലും മാനസാന്തരപ്പെടണം, ആഫ്രിക്കയിലും മാനസാന്തരപ്പെടണം, യൂറോപ്പിലും മാനസാന്തരപ്പെടണം, ഭരണിക്കാവിലും മാനസാന്തരപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, മാനസാന്തരം എന്ന് വെച്ചാൽ എന്താണ്? മാനസാന്തരം എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നു. മിറ്റാനോയിയോ എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്നത്. മിറ്റാനോയോ എന്ന ഗ്രീക്ക് വാക്കിന്റെ ശരിയായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേർഡ് ടേൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. തിരിയുക എന്ന് വെച്ചാൽ ടേൺ അവേ ഫ്രം സിൻ ആൻഡ് ടേൺ ടു ഗോഡ് എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് വെച്ചാൽ പാപത്തിന് പുറം കാട്ടുക, ദൈവത്തിന് മുഖം കാട്ടുക. അതോടുകൂടെ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ആരംഭിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ പാപത്തിന് പുറം കാട്ടി, അടുത്തത് ദൈവത്തിന് മുഖം കാട്ടി ജീവിക്കുവാൻ, ദൈവത്തോട് ചേരുവാൻ, പാപത്തോട് വിട പറയുവാൻ, ദൈവത്തിന് ഹൃദയം കൊടുക്കുവാൻ ഒരു പാപി തീരുമാനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ആരംഭിക്കുന്നു. ഒരു മാനസാന്തരത്തിൽ സംഭവിക്കുന്നത് ഒന്നിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മറ്റൊന്നിന് അടിമയായി തീരുന്ന അവസ്ഥയാകുന്നു. അതാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് മാനസാന്തരത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രം പോരാ, അടുത്തത് അവൻ ദൈവത്തിന് ദാസനായി തീരണം. വായിക്കാം, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിന്റെ അന്തം നിത്യജീവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നിത്യജീവനെ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിന് ദാസന്മാരായി തീരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥമായ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഒരു മാനസാന്തരം നിങ്ങൾ
നമ്മൾക്കുണ്ടാകും. നമുക്കറിയാം, സമൂഹത്തിൽ മദ്യപിക്കുന്ന ഒരുത്തൻ ഇനിമേലാൽ ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും അവനെ നോക്കി പറയും അവൻ മാനസാന്തരപ്പെട്ടു, കാര്യം അവൻ കുടിയൊക്കെ നിർത്തി, ഇനിയിപ്പോ മദ്യപിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ ഒരിക്കലും പോകത്തില്ല. മദ്യപിക്കുന്ന ഒരുത്തൻ മദ്യപാനം നിർത്തിയത് കൊണ്ട് ഒരിക്കലും അവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ അവൻ ഒരിക്കലും എടുക്കപ്പെടത്തില്ല. മറിച്ച് മദ്യപാനം നിർത്തിയ ഒരു പാപി അവന്റെ ഹൃദയം കർത്താവിന് കൊടുത്തെങ്കിലേ സാധിക്കത്തുള്ളൂ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് യേശുക്രിസ്തുവിന് അടിമയായി തീരണം, ദൈവത്തിന് അടിമയായി തീരണം. ഞാൻ ചെറിയ സംഭവത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എബ്രഹാം ലിങ്കൺ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ ന്യൂ ഓർലിയൻസിലെ പച്ചക്കറി ചന്തയിൽ അവന്റെ വീട്ടിൽ വളർത്തിയതായ ചില പച്ചക്കറികൾ വിൽക്കുവാൻ വേണ്ടി കടന്നുപോയി. അവൻ വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിലാണ് ജീവിച്ചു വളർന്നത്. ചന്തയിൽ ചെന്നപ്പോൾ അവിടെ ഇതാ ഒരു അടിമയെ വിൽക്കുവാൻ നിർത്തിയിരിക്കുന്നു. അനേക അടിമകളുണ്ടെങ്കിലും അടിമയായ ഒരു ബാലനെ അവൻ കണ്ടു. അവന് കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നി. നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, അടിമകളുടെ വിമോചകൻ എന്ന പേരിലാകുന്ന എബ്രഹാം ലിങ്കൺ അറിയപ്പെടുന്നത്. ഈ അടിമബാലനെ കണ്ടപ്പോൾ എബ്രഹാം ലിങ്കന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അവൻ പച്ചക്കറി വിറ്റ് കിട്ടിയ കാശുമായിട്ട് ഉടമയുടെ അരിക്ക ചെന്നു. അടിമയുടെ വില ചോദിച്ചിട്ട് അവന്റെ വില കൊടുത്ത് അടിമയെ വിലയ്ക്ക് വാങ്ങി. വിലച്ചീട്ടും കയ്യിൽ വാങ്ങിയതിനു ശേഷം ഈ അടിമയ്ക്ക് ഈ വിലച്ചീട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, നിന്റെ വില ഞാൻ ഒടുക്കി, സ്വതന്ത്രമായി നീ പോയാട്ട്, നീ ഇനി അടിമയല്ല, നിനക്ക് ഏത് നിലവാരത്തിലും ജീവിക്കാമെന്ന് പറഞ്ഞു. വിലച്ചീട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട സഹോദരന്റെ അടിമ അവൻ എന്താണ് ചെയ്യുന്നറിയാമോ? എബ്രഹാം ലിങ്കന്റെ കാലുകളിൽ വീണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യജമാനനെ, എന്നോടങ്ങനെ ചെയ്യരുത്. ഈ ലോകത്തിൽ സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാളും അങ്ങയെപ്പോലെ നല്ലൊരു യജമാനന്റെ ദാസനായി ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞവന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. എബ്രഹാം ലിങ്കൺ വല്ലാത്തൊരു വിഷമവൃത്തത്തിലായി. വീട്ടിൽ കൊണ്ടു ചെന്നാൽ അപ്പൻ അടിക്കുമെന്നുള്ളത് ഉറപ്പ്. അടിമയെ വാങ്ങിച്ചുകൊണ്ട് ചെന്നാൽ പക്ഷെ അവനിട്ട് വിട്ടുപോകുന്നതുമില്ല. ഒടുവിൽ വീട്ടിൽ കൊണ്ടു ചെന്ന അപ്പനോട് കാര്യം പറഞ്ഞു. അവർ ഇരുവരും ആ കുടുംബത്തിൽ സഹോദരങ്ങളെ പോലെ വളർന്നു. ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ലോകത്തിലെ ഏത് നിലവാരത്തിലും ജീവിക്കുകയല്ല, ആ നല്ല യജമാനാകുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദത്തിൽ വീണിട്ട്, കർത്താവേ, ഞാൻ എന്റെ ദാസനായി ജീവിച്ചു കൊള്ളാം, അങ്ങേക്ക് ഞാൻ അടിമ എന്ന് ഒരു വ്യക്തി സമർപ്പിക്കുന്ന ആ നിമിഷത്തിലാകുന്നു മാനസാന്തരം പൂർണ്ണമായി തീർന്നത്. അതോടവന്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നു. അതിന്റെ അവസാനം നിത്യജീവൻ എന്ന് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അവന്റെ കൽപ്പനകൾ നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒന്നാമതൊരു വ്യക്തി ചെയ്യേണ്ടത് അവന്റെ ജീവിതത്തിൽ അവന്റെ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിന്റെ അടുക്കൽ ചെന്നിട്ട് കൈപ്പോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനവജാതിയുടെ പാപത്തെ കഴുകിക്കളയുവാൻ ശക്തിയുള്ള നസ്രായന്റെ രക്തം കൊണ്ട് ഹൃദയത്തെ കഴുകി അവനെ കർത്താവിന് അടിമയായി ഞാൻ ഇതിന്റെ ദാസനായി ജീവിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം പൂർണ്ണമാകുന്നു. അതിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും പ്രാപിക്കുവാൻ സാധിക്കും. മാനസാന്തരപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായി തീരുന്നില്ല. നിത്യജീവനെ അവകാശമാക്കുവാനും സാധിക്കത്തില്ല. രണ്ടാമതൊരു കൽപ്പനയുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി രണ്ടാമത് അനുഷ്ഠിക്കേണ്ട കൽപ്പനയാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഇത് ഭയമാണ്, ഉള്ളിൽ പെന്തക്കോസ്തുകാരുടെ ഉപദേശമാണ് എന്നൊക്കെ പലരും ചിന്തിക്കും. ഇത് കേവലം പെന്തക്കോസ്തുകാരുടെ മാത്രം ഉപദേശമല്ല, സത്യവചനത്തിലെ ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യമായ ഒരു പ്രമാണമാണ് ജലസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ 33 വർഷത്തെ ഈ ലോകത്തിലെ ശുശ്രൂഷ തികച്ചൊലൂമലിയിൽ നിന്നും തന്റെ ശിഷ്യന്മാർ കാണത്തക്കവണ്ണം സ്വർഗാരോഹണം ചെയ്യും മുമ്പ് അന്തിമമായി ശിഷ്യന്മാരെ ഏൽപ്പിച്ച 2 ദൗത്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതായിരുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി വിശ്വസിക്കുന്ന സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ പുണ്യപാദങ്ങൾ ഒലിവുമലയുമായിട്ടുള്ള ബന്ധം പുലർത്തി മെല്ലവേ ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയർന്ന് ഒരു മേഘം വന്നവനെ മൂടി, പിന്നെ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യ കൽപ്പനയാകുന്നു വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളത്. ആകയാൽ ക്രിസ്തീയ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ സ്നാനം ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ വിശ്വസിച്ചവരെ സ്നാനം കൊടുത്തു, അപ്പോസ്തലന്മാർ സ്നാനം ഏറ്റു. ഇതൊക്കെ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ജലസ്നാനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയുവാനോ തിരസ്കരിക്കുവാനോ അവഗണിക്കുവാനോ കഴിയുന്നൊരു സത്യമല്ല.
ദൈവത്തിന്റെ വചനത്തിലെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ പലവിധമായ ചിന്തകളുണ്ട്. എപ്രകാരമാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്? ചില ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തുന്നത്, ചിലര് വെള്ളം ഇങ്ങനെ തളിച്ചാണ് സ്നാനപ്പെടുത്തുന്നത്, ചിലര് ഒരു കൊടിക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സ്നാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു വിടുന്നവരൊക്കെ ഉണ്ട്. ഈ നിലവാരത്തിൽ സ്നാനത്തിന് വിവിധ രൂപങ്ങളും ഭാവങ്ങളും ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ സ്നാനം ഏതാകുന്നു? സത്യസ്നാനം ഏതാകുന്നു? അതെവിടെ കണ്ടെത്തുവാൻ സാധിക്കും? സത്യസ്നാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമാകുന്നു. കർത്താവ് യേശുക്രിസ്തു യോർദാൻ നദിയിലേക്ക് യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ഇറങ്ങിപ്പോയി. യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ മുങ്ങി സ്നാനമേറ്റ് അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ആകെ വിശ്വസിക്കുവാൻ പ്രാപ്തിയായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈക്കീഴിലേക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിനെ ഞാൻ പരസ്യമായി സാക്ഷിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനം കഴിപ്പിക്കണം. ആ സ്നാനം ഏറ്റുകഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, നമ്മൾ ജീവനായ ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. നിത്യജീവനായ ക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ ജലസ്നാനം സ്വീകരിക്കുന്നത്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് ചേരുക. ഇതുവരെ ലോകത്തിൽ പലതിനോടും ചേർന്ന് ജീവിച്ചു. പ്രസ്ഥാനങ്ങളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ സംഘടനകളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുന്നതിന്റെ പരസ്യമായ സാക്ഷ്യമാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. സമയദൈർഘ്യം കൊണ്ട് അതൊക്കെ വിസ്തരിക്കുവാൻ നമുക്ക് ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ഫെർണിക്കാവ് ദേശത്ത് എത്രയോ വിശുദ്ധന്മാരാൽ കാലാകാലങ്ങളാൽ ജലസ്നാനത്തിന്റെ സത്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന നിങ്ങൾ കേട്ടിട്ടുള്ളവരുമാകുന്നു. ആകയാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അവന്റെ കൽപ്പനകളിൽ നിത്യജീവനുണ്ട്. യേശുവിന്റെ കൽപ്പനകൾ, ഒന്നാമത്തേത് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് നിങ്ങൾ വിശ്വസിച്ച് ജലസ്നാനം പ്രാപിക്കണം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല, ജലസ്നാനം സ്വീകരിച്ചത് കൊണ്ട് മാത്രം നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ന് വെച്ചാൽ വെളിപ്പാട് 21-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ അല്പം മുമ്പ് വായിച്ചല്ലോ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ദൈവത്തോടുകൂടെ വസിക്കുന്ന സ്വർഗത്തിലെ നിത്യകൂടാരത്തിൽ ഒരു വ്യക്തിക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കണമെങ്കിൽ സ്നാനമെടുത്തുകൊണ്ട് മാത്രം സാധിക്കത്തില്ല. അവന്റെ ജീവിതത്തിൽ അടുത്തതായി 3-ാമത്തെ ഒരു പടിയുണ്ട്. എന്ന് വെച്ചാൽ സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനാണെങ്കിൽ അവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലുമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വ്യക്തിയിൽ ക്രിസ്തുവും ക്രിസ്തു അവനിലും ദൈവം അവനിലും അവൻ ദൈവത്തിലുമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് നമ്മുടെ സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ പോള് ഒരു പ്രത്യേക ഭാഷയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ പറയുന്നത് പാലും തേനും ഒഴുകുന്ന ഒരു അനുഭവം എന്താ പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ പാലും തേനും ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലുമായി തീരുന്ന ഒരവസ്ഥ. ഇത് എങ്ങനെ നമുക്കായിത്തീരുവാൻ സാധിക്കും? അത് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. വിശ്വസിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ ദൈവത്തിലും ദൈവം അവനിലും ഇറങ്ങുമെന്ന് അധിവസിക്കുകയാകുന്നു. പാലും തേനും ഒഴുകുന്ന കനാന്റെ അനുഭവത്തിലേക്ക് അവൻ ആത്മീകമായി കടന്നുപോവുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് കേവലം പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച എഫെസോസിൽ എത്തിയിട്ട് ചില ശിഷ്യന്മാരെ കണ്ടിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് ക്രിസ്ത്യകോളത്തിൽ ഈ നിലവാരത്തിലുള്ളവരുണ്ട്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞു, ഇനി പ്രാപിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ആയിക്കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചെങ്കിൽ രക്ഷിക്കപ്പെട്ട പത്രോസും യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയൊന്നും പിന്നെ പോയി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. കാര്യം രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും സംഭവിക്കുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെയും കൂടെ പ്രവർത്തിയാലാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങി വന്ന് അധിവസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങി വന്ന് അധിവസിക്കണമെങ്കിൽ അവൻ വിശ്വസിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ
പ്രാപിച്ചുവെന്നുള്ളതിന്റെ പ്രത്യക്ഷവും പ്രകടവുമായ അടയാളമാണ് അന്യഭാഷ ഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാ ദൈവമക്കളും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തില് വിശുദ്ധ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ നിത്യജീവങ്കിലേക്ക് ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും ജീവൻ കൊടുക്കുവാൻ സാധിക്കും. ആകിയാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഒടുക്കലത്തെ നാളിൽ നിങ്ങളെ നിത്യജീവങ്കിലേക്ക് ഞാൻ ഉയർപ്പിക്കാമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നിത്യജീവങ്കിലേക്ക് ഉയർപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും നിത്യജീവങ്കിലേക്ക് കർത്താവിന് ഉയർപ്പിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വായിക്കുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകിയാൽ അവന്റെ കൽപ്പനകളിൽ ജീവനുണ്ട്. മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ കൽപ്പന. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം, ദൈവത്തിന്റെ കൽപ്പന. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അത് ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പനയ്ക്കകത്ത് ജീവനുണ്ട്. അത് മാത്രം പോരാ, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി, ജലസ്നാനം സ്വീകരിച്ചൊരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി നാലാമത് അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട മറ്റൊരു ദൈവകൽപ്പന കാണുവാൻ സാധിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. വായിക്കാം, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാട്ടെ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്തത്, അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ആകെ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ, ജലസ്നാനം സ്വീകരിച്ചൊരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തി, അവന്റെ ജീവിതത്തിൽ നാലാമതായിട്ട് അനുഷ്ഠിക്കേണ്ട ദൈവത്തിന്റെ കൽപ്പന ഇതാകുന്നു, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടൊരു വേർപെട്ടിരിപ്പീൻ എന്ന് വെച്ചാൽ ഒരു വേർപാടിന്റെ ജീവിതത്തെ ചെയ്യുന്നവനായിരിക്കണം. നേരത്തെ ഉൾപ്പെട്ടുന്ന സാഹചര്യത്തിൽ നിന്നും ആ ചുറ്റുപാടുകളിൽ നിന്നും ആ പരിതസ്ഥിതിയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായത് ഒന്നും നിങ്ങൾ തുടരുത്. അടുത്തത് ചോദിക്കുന്നു, ദേവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അടുത്തത്, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാകുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകിയാൽ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാകുന്ന രക്ഷിക്കപ്പെട്ട വെളിച്ചങ്ങളാകുന്ന ദൈവമക്കൾ ഇരുളിൽ നിന്ന് വേർപെട്ടിരുന്നു കൊള്ളണം. അടുത്തത്, ദേവാലയങ്ങൾ വിഗ്രഹങ്ങളോട് അവന്ന് ജീവിച്ചു കൊള്ളണം. ആകയാൽ ഒരു വേർപാടിന്റെ ജീവിതം ഈ ലോകത്തിൽ ചെയ്യുന്നവരായിരിക്കണം. അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, അവന്റെ കൽപ്പനകളിൽ നിത്യജീവനുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ കൽപ്പനയാണ്. ജലസ്നാനം സ്വീകരിക്കണം, ദൈവത്തിന്റെ കൽപ്പനയാണ്. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ ലോകത്തിൽ വേർപാടിന്റെ ജീവിതം ചെയ്യണം, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഒരു ഭക്തൻ ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രത്യാശയെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണമെന്നുള്ളതാണ്. ഈ ലോകത്തിൽ മരണപ്പെട്ടതിന് ശേഷം നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം, നല്ല ഒരു ഉയർപ്പ് നമുക്ക് ലഭിക്കണം. വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തിന്റെ അഭിലാഷത്തെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതാഭിലാഷം അവൻ അവിടെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കുന്നു. അവിടെ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണം. അടുത്തത്, എനിക്ക് അവനോടുകൂടെ ഇരിക്കണം. അടുത്തത്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. അടുത്തതായി പറയുന്നു, ഞാൻ വല്ലവിധേനയും മരിച്ചവരുടെ നിന്നും എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണം. ഇതാണ് പൗലോസിന്റെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അനേക ഭക്തന്മാർ ആ ഒരു നല്ല ലക്ഷ്യത്തോടുകൂടെ ഈ ലോകത്തിൽ കഷ്ടപൂർണമായ ജീവിതങ്ങൾ കാഴ്ചവെച്ചു, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു, ജീവനെ ത്യജിച്ചു. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശ്വാസികളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, യേശുക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയുന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ജീവനെ രക്ഷിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു, വാളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നു.
പക്ഷെ ഭക്തന്മാരെന്താ ഏറ്റുപറഞ്ഞെന്നറിയാമോ? എബ്രായ ലേഖനം 11-35 വാക്യം വായിക്കുന്നു. മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുവാൻ വേണ്ടി ഉച്ചാരണം കൈക്കൊള്ളാതെ അവർ ഭേദ്യം വെച്ചു. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം ഇതായിരുന്നു, നല്ല ഒരു ഉയർപ്പ് ലഭിക്കണം, നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് ലഭിക്കണം. അതിനുവേണ്ടി ഉച്ചാരണം കൈക്കൊള്ളാതെ ഭേദ്യം വെച്ചു എന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടുവാൻ മാർഗമുണ്ടായിരുന്നു, ജീവനെ നേടുവാൻ മാർഗമുണ്ടായിരുന്നു. യേശുവിനെ ഞങ്ങൾ അറിയുന്നില്ല എന്നൊരു വാക്ക് ഏറ്റു പറഞ്ഞാൽ അവർക്ക് രക്ഷ പ്രാപിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവർ സന്തോഷത്തോടെ വാളിന് വേണ്ടി കഴുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാമോ? അവർക്കറിയാം, ലോകം അതിന്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാ. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാ. മരണാനന്തരവും നിത്യതയുണ്ട്, മരണാനന്തരവും നിത്യജീവനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. അതിനുവേണ്ടിയാ അവർ ഓട്ടം ഓടിക്കൊണ്ടിരുന്നത്. ആകിയാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ ദൈവം നമുക്ക് എല്ലാ സമ്പത്തും ധനവും സുഖ സൗകര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണമേ, ഇതൊക്കെ താൽക്കാലികമാ, ഇതൊക്കെ അഴിഞ്ഞു പോകുന്നതാ. ഈ ലോകം ഒഴിഞ്ഞു പോകും, അതിന്റെ സകല പ്രതാപങ്ങളും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവേഷ്ടം ചെയ്യുന്നവനാകുന്നു. നിത്യജീവൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിക്കൊള്ളണം. ഒരിക്കൽ ക്രിസ്തീയ സാഹിത്യത്തിലെ കുഷ്ഠരോഗിയുടെ സംഗീതം എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. അത് വായിച്ചാൽ ഏത് മനുഷ്യന്റെ ഹൃദയം തകർന്നു പോകും. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു ക്രൂരനായ മനുഷ്യൻ, അവനിങ്ങനെ വനത്തിലൂടെ വേട്ടയാടി പോകുമ്പോൾ വനാന്തരത്തിൽ എവിടെയോ വെച്ച് അവന്റെ മാർഗം നഷ്ടപ്പെട്ടു പോയി. ലക്ഷ്യബോധമറ്റവനായി വനാന്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞവൻ നടക്കുകയാണ്. അപ്പോൾ വനത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പുല്ലാങ്കുഴൽ നാദം അവന്റെ കാതുകളിൽ കേട്ടു. അവൻ ആ നാദത്തെ ശ്രവിച്ച് ആ ശബ്ദം കേട്ട ഇടത്തേക്ക് പെതുക്കെ നടന്നെടുത്തു. അപ്പോൾ വനത്തിന്റെ അന്തർഭാഗത്തുള്ളതായ ഒരു ഗുഹയാണെന്ന് മനസ്സിലായി. ആ ഗുഹയ്ക്ക് അടുത്ത് അവൻ ചെന്നു. മനോഹരമായ ഒരു പുല്ലാങ്കുഴൽ നാദം ഗുഹയ്ക്കകത്ത് കേൾക്കുകയാണ്. പെട്ടെന്ന് അവൻ വിളിച്ചു, ആരാണ് ഗുഹയ്ക്കകത്ത്? ദയവായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. ഒരു ദീനമായ ശബ്ദം ഗുഹയ്ക്കകത്ത് കേട്ടു. അയ്യോ ഹരിതേ, ഞാനൊരു കുഷ്ഠരോഗിയാണ്, എനിക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കത്തില്ല. താൻ വീണ്ടും വിളിച്ചു, നിങ്ങൾ പുറത്തു വരിക, ഞാൻ നിങ്ങളെ ഒന്ന് കാണട്ടെ. അപ്പൊ പറഞ്ഞു, അല്ല, എനിക്കത് സാധിക്കത്തില്ല. എന്റെ ശരീരം മുഴുവനും മാംസപിണ്ഡങ്ങൾ ഇതാ ഇരുന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടാൽ നിങ്ങൾ ഭയപ്പെട്ടു പോകും. ഒരു മനുഷ്യരൂപം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതാ ദയവായി നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഈ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഒരു പാട്ട് എങ്ങനെ പാടുവാൻ സാധിക്കുന്നു? അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സഹോദര, ദയവായി നിങ്ങൾ പൊയ്ക്കൊള്ളുക. എന്റെ പ്രാണനിതാ എന്നെ വിട്ട് പിരിയാൻ പോകുന്നു. എന്റെ ഈ അഴുകിയ ശരീരം എന്നെ വിട്ട് മാറിയിട്ട് ഞാനൊരു നിത്യകൂടാരത്തെ പ്രാപിക്കാൻ പോകുന്നു. എന്റെ കർത്താവിന്റെ അടുത്തേക്ക് ഞാൻ പോകാൻ പോകുകയാണ്. ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ എന്റെ ശ്വാസം നിലയ്ക്കും. അതിനു മുമ്പ് ഞാൻ എന്റെ പ്രാണനാഥിന് വേണ്ടി ഒന്ന് പാടി ഞാൻ സന്തോഷിച്ച് എന്റെ നിത്യകൂടാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ എന്നവൻ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം മൗനമായിട്ട് അവിടെ നിന്നു. തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. താൻ എത്ര ദുഷ്ടനാണ്, അരിഷ്ടനാണ്, ജീവിതത്തിലെല്ലാം ഉള്ളവൻ. പക്ഷേ ഇതാ ഒരു കുഷ്ഠരോഗി മാംസപിണ്ഡമായി തീർന്നിരിക്കുന്ന ഒരു പ്രത്യാശ പുല്ലാങ്കുഴൽ നാദം ഗുഹയ്ക്കകത്ത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി. അവന്റെ ജീവിതത്തെ ഓർത്ത് കരയുവാൻ തുടങ്ങി. അവൻ പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങി. അല്പം ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പുല്ലാങ്കുഴൽ നാദം അവിടെ നിലച്ചു. അവൻ അവന്റെ നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. ആകിയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണമേ. മരണത്തോടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തരം ഒരു നിത്യതയുണ്ട്, ഒരു നിത്യജീവനുണ്ട്. അത് നമുക്ക് പ്രാപിക്കണം. അത് പ്രാപിക്കാൻ ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവാണ്. കർത്താവ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നു, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ഒടുക്കലത്തെ നാളിൽ ഉയർപ്പിക്കാം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കുന്നു, എത്ര ദൈവമക്കൾക്ക് അത് പ്രാപിക്കണം എന്നുള്ള പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കൾ എല്ലാവരും കൂടെ നമുക്ക് കരങ്ങളടിച്ച് ഒരു വരി പാട്ട്, കൂടാരമാം ഭവനം അടിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം എന്റെ കർത്താവ് എനിക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവമക്കളെ ചേർന്ന് കരങ്ങളടിച്ച് ആ നിത്യഭവനത്തെ നോക്കിക്കൊണ്ട് ഒരു വരി പാട്ട് നമുക്ക് പാടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയൽ
ഭവനോ അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കൊരു കിടുന്നു കൂടാരമാ ഭവനോ അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കൊരു കിടുന്നു കൂടാരമാ ഭവനോ അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കൊരു കിടുന്നു വ്യത്യാസമുള്ള ദൈവമക്കൾ കരങ്ങളടിച്ച് അഭിഷേകത്തോടെ പാടി ഹല്ലേലൂയ ശബലകടബകതിരബലകതിരബലിയ ആമേൻ ശിഖരബലബകതിരബലകടബകതിരബലിയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തരുന്ന വാഗ്ദത്തത്തിന്റെ ഉടമ്പടി. അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല. വായിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അടുത്തത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് രണ്ടാമത് തരുന്ന വാഗ്ദത്തം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് നമ്മോട് പറയുകയാണ്, എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശുക്രിസ്തു എന്തിനായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് അരുളി ചെയ്തത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറയുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും എന്നോടുകൂടെ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു എന്തിനാണ് രണ്ടാമതും നമ്മളുടെ അടുക്കൽ വരുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും എന്നോടുകൂടെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് യേശുക്രിസ്തു വരുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും എന്നോടുകൂടെ ഇരുത്തുവാൻ രണ്ടാമതും കർത്താവ് യേശുക്രിസ്തു വരും. ലോകത്തിൽ ഇന്നയോളം ജീവിച്ച് മൺമറഞ്ഞ എത്രയോ അവതാര പുരുഷന്മാരും ആചാര്യ ഗുരുക്കന്മാരും രാഷ്ട്രീയ പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു, അനേക ജനതകൾ ഇളക്കി മറിച്ചു, ഒടുവിൽ മരണത്തിന് വശമ്മതരായി കാലയവനേക്കുള്ളിൽ മറഞ്ഞു. വീണ്ടും തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ലോകത്തുനിന്ന് പോയ മറ്റൊരാചാര്യനെ കാണുവാൻ സാധിക്കത്തില്ല, മറ്റൊരു മതഗുരുവിനെ കാണുവാൻ സാധിക്കത്തില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയി, ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണമെന്നറിയാമോ? അവൻ പറയുവാൻ കാരണം, അവൻ കേവലം ഒരു ഗുരുവല്ല, അവൻ കേവലം ഒരു പ്രവാചകനല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ പോയാൽ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് ക്രൈസ്തവ ജനതയുടെ പ്രത്യാശയാണ്. ക്രിസ്തീയ ലോകത്തിന്റെ ആശയ അഭിലാഷവുമാണ് യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളത്. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആ ശിഷ്യന്മാരുടെ ചോദ്യം ഇതായിരുന്നു, ഗുരു, അത് എപ്പോൾ സംഭവിക്കും? അടുത്ത ചോദ്യം, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്, ലക്ഷണം എന്ത് എന്ന് അവനോട് ചോദിച്ചു. കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ആവേശത്തോടെ വന്ന് ചോദിക്കുക, ഗുരു, അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറയുമ്പോൾ അവർക്കൊരു സംശയം. കർത്താവ് ചോദിക്കുന്നു, ഗുരു, അത് എപ്പോൾ സംഭവിക്കും? വായിക്കാം. വിശുദ്ധ ലൂക്കോസ് 21-ന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. ഗുരു, അതെപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്നവർ അവനോട് ചോദിച്ചു. ഗുരു, അത് എപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കുമാറാകുമ്പോൾ ലക്ഷണമെന്ത് എന്ന് ചോദിച്ചു.
കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോഴാണ്? പലരും കർത്താവിന്റെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്, കാത്തിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പോയി. കർത്താവിന്റെ വരവ് എപ്പോൾ സംഭവിക്കും? ആദിമ നൂറ്റാണ്ടിലെ ശിഷ്യന്മാരുടെ ഉള്ളിലും ഈ ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. യാഥാസ്ഥികരായ യഹൂദ റബിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, യഹൂദ റഹിമാരുടെ ഇടയിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ഒരു പറച്ചിലുണ്ട്: വിശുദ്ധ നാട്ടിൽ 3 അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ മശിഹ പ്രത്യക്ഷപ്പെടും. യാഥാസ്ഥികരെ യഹൂദ റഹിമാർ ഇത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. വിശുദ്ധ നാട്ടിൽ 3 അടയാളങ്ങൾ സംഭവിച്ചാൽ മശിഹ പ്രത്യക്ഷപ്പെടുമെന്ന് യാഥാസ്ഥികരെ യഹൂദ റഹിമാർ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അവർ പറയപ്പെടുന്ന 3 അടയാളങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത് അവർ പറയുന്നത്, കുതിര പൂട്ടാത്ത വണ്ടികൾ അഥവാ യന്ത്രവാഹനങ്ങൾ വിശുദ്ധ നാട്ടിൽ അഥവാ യെരുശലേമിന്റെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം വരുമ്പോൾ മശിഹ പ്രത്യക്ഷപ്പെടും. അതാണ് അവിടെ യഹൂദ റഹിമാരുടെ ഒന്നാമത്തെ വിശ്വാസം. അവിടെ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത്, യെരുശലേം വിമാനങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും. ആ കാലഘട്ടത്തിൽ മശിഹ പ്രത്യക്ഷപ്പെടുവാനിടയായി തീരും. മൂന്നാമത് അവർ പറയുന്നത്, ഇസ്രായേലിലെ യെരുശലേമിലെ മരുഭൂമികൾ അനുഗ്രഹിക്കപ്പെട്ട കൃഷിസ്ഥലങ്ങളായി മാറ്റപ്പെടുന്ന സമൃദ്ധിയുടെ ഒരു കാലഘട്ടം വരും. അന്ന് മശിഹ പ്രത്യക്ഷപ്പെടും. 3 അടയാളങ്ങളാണ് യാഥാസ്ഥികരായ യഹൂദ റബിമാര് മശിഹയുടെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തില് അവർ പറയുന്നത്. അതിലൊന്നാമത്തേത്, കുതിരമൂട്ടാത്ത വണ്ടികൾ അഥവാ യന്ത്രവാഹനങ്ങൾ യെരുശലേമിന്റെ വിശുദ്ധനാടിന്റെ തെരുവിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നൊരു കാലഘട്ടം വരുമെന്ന്. ഇത് പ്രവാചകനായ നഹൂം ക്രിസ്തുവിൽ ഏതാണ്ട് 660 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നഹൂം പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചു: രഥങ്ങൾ തെരുക്കളിൽ ചടുചടെ ചാടുന്നൊരു കാലഘട്ടം വരും. വീതികളിൽ അത് അങ്ങുമിഞ്ഞും ഓടും. തീപ്പന്തങ്ങൾ പോലെ അവയെ കാണും. അവ മിന്നൽ പോലെ ഓടുന്നൊരു കാലഘട്ടം വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. രഥങ്ങൾ യെരുശലേമിന്റെ തെരുക്കളിലൂടെ രഥങ്ങൾ ചടുചടച്ചാടുന്ന ഒരു കാലഘട്ടം. വീതികളിലൂടെ, യെരുശലേമിന്റെ വീതികളിലൂടെ രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാലഘട്ടം. തീപ്പന്തങ്ങൾ പോലെ പായുന്ന കാലഘട്ടം. മിന്നൽ പോലെ രഥങ്ങൾ ഓടുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, BC 660 ഈ പ്രവചനം നഹൂം പ്രവചിക്കുമ്പോൾ അന്ന് കേവലം മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വാഹന മൃഗങ്ങളുടെ പുറത്താണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ വാഹന മൃഗങ്ങളെ പൂട്ടി സഞ്ചരിക്കുന്ന രഥങ്ങളോ മറ്റു വാഹനങ്ങളോ കണ്ടെന്ന് വന്നേക്കാം. ഇതിനപ്പുറത്ത് മിന്നൽ പോലെ പായുന്ന രഥസമാനമായിട്ടുള്ള തീപ്പന്തങ്ങൾ പോലെ കാണുന്ന തലങ്ങും വിലങ്ങും യെരുശലേമിന്റെ തെരുവിലോടുന്ന വാഹനങ്ങളെ ചിന്തിക്കുവാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നഹൂം പ്രവചിക്കുന്നത്, യെരുശലേമിന്റെ തെരുവിലൂടെ കുതിരപൂട്ടാത്ത യന്ത്രരഥങ്ങൾ വീതികളിലൂടെ അങ്ങും ഇഞ്ഞും ഓടും. തീപ്പന്തങ്ങൾ പോലെ ചാടുന്നൊരു കാലഘട്ടം വരും. മിന്നൽ പോലെ ഓടുന്നൊരു കാലഘട്ടം വരും. ഈ 21-ാം നൂറ്റാണ്ടിലെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയല്ല. കാര്യം ഇന്ന് ലോകത്തിന് നാനാഭാഗത്തേക്കും, എന്തിനേറെ പറയും നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യം പോലും അത്യാധുനികമായി മോട്ടോർ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. വാഹനങ്ങളൊന്ന് ഓടുവാൻ, സഞ്ചരിക്കുവാൻ സഞ്ചാരയോഗ്യമില്ലാത്ത റോഡുകളുടെ അപര്യാപ്തത മാത്രമേ ഉള്ളൂ. വർഷം തോറും ആയിരക്കണക്കിന് പുതിയ രഥസമാനമായ മിന്നൽ പോലെ പായുന്ന ആ വാഹനങ്ങൾ തെരുക്കളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിവേഗത്തിൽ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾ. അതിവേഗത്തിൽ ഓടുന്നത് മാത്രമല്ല, ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ രഥങ്ങളെ പോലെ ഉള്ളതായ വാഹനങ്ങൾ, BMW, ഫെരാറി, ബെൻസ് ഓടിയെന്ന് വേണ്ട മൾട്ടിനാഷണൽ കമ്പനികളുടെ രഥസദൃശ്യമായ വാഹനങ്ങൾ തെരുക്കളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മോട്ടോർക്കാരന്റെ പരസ്യം പറയുമ്പോൾ അതിന്റെ ആ ഡാഷ്ബോർഡിന്റെ മുകളിൽ 1 ഗ്ലാസ് വെള്ളം നിറച്ചു വെച്ചിട്ട് അത് വെച്ച് ഓടിച്ചു നോക്കിക്കേ, അതിൽ 1 തുള്ളി വെള്ളം പുറത്തേക്ക് തുളുമ്പി പോകത്തില്ല. അത്രമാത്രം യാത്രാ ഫെസിലിറ്റി ഉള്ളതായ അത്യാധുനിക മോട്ടോർ വാഹനങ്ങൾ കൊണ്ട് തെരുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് മാത്രമോ, എന്തിനേറെ പറയുന്നു, 200 മുതൽ 600 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ട് ലോകം നിറയപ്പെട്ടിരിക്കുന്നു. ജപ്പാനിലും ചൈനയിലൊക്കെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 600 km/h ഓടിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ. അതിനേക്കാൾ ഉപരി ശബ്ദാതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരിക്കൽ ഭക്തനായ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസം വെച്ച്, താൻ കണക്കൂട്ടൽ വെച്ച് പറഞ്ഞതാണ്, ഒരുപക്ഷെ ഏറെക്കാലം കഴിയും മുമ്പ്, കാലം പിന്നിടുമ്പോൾ 30 km/h ഓടുന്ന വാഹനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു
എന്ന് വന്നേക്കാം എന്ന് താൻ ഒരു നിഗമനത്തിലെത്തി. 1 മണിക്കൂർ 30 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ കണ്ടുപിടിച്ചേക്കാം. അന്നത്തെ ശാസ്ത്രലോകം ഐസക് ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞത്, ഐസക് ന്യൂട്ടനെ ക്രിസ്ത്യാനികൾ ഭ്രാന്തനാക്കി കളഞ്ഞു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ക്രിസ്ത്യാനികളെല്ലാം കൂടെ പിടിച്ച് അദ്ദേഹത്തിന് വട്ടാക്കി ഭ്രാന്തനാക്കി കളഞ്ഞു. അതിനുശേഷം ശാസ്ത്രലോകം ചോദിച്ചൊരു ചോദ്യമുണ്ട്, 30 km/h വേഗത്തിൽ വണ്ടി സഞ്ചരിച്ചാൽ അതിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഓക്സിജൻ അന്തരീക്ഷവായുവിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സാധിക്കും? ശ്വാസം മുട്ടി നിലത്ത് വീണ് പിടഞ്ഞു മരിക്കത്തില്ലേ? അന്നത്തെ ശാസ്ത്രലോകത്തിന് നിഗമനം അതായിരുന്നു. ഇന്ന് ചിന്തിക്കണം, ശബ്ദാതിവേഗത്തിലോടുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും 200 മുതൽ 600 കിലോമീറ്റർ വേഗത്തിലോടുന്ന ബുള്ളറ്റ് ട്രെയിനുകളും അതിവേഗത്തിൽ നിരത്തിലൂടെ 100, 200, 250 കിലോമീറ്റർ വേഗത്തിലോടുന്ന അത്യാധുനിക സൗകര്യമുള്ള മൾട്ടിനാഷണൽ കാറുകളും ഉള്ളപ്പോൾ ഐസക് ന്യൂട്ടന്റെ പ്രവചനം പോലും കവച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. യെരുശലേമിന്റെ തെരുക്കളിലൂടെ കുതിരകളെ പൂട്ടാത്ത യന്ത്രരഥങ്ങൾ മിന്നൽ പോലെ തീപ്പന്തങ്ങൾ പോലെ പായുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹൂദ റബിമാരുടെ കണക്കുകൂട്ടലുകൾ ശരിയാണ്. മശിഹയുടെ പ്രത്യക്ഷയുടെ കാലത്തോട് ലോകം അടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് മശിഹയുടെ പ്രത്യക്ഷതയ്ക്ക് അടയാളമായിട്ട് അവർ പറയുന്നത്, യെരുശലേം പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യെരുശലേം വിമാനങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ഈ സംഭവം പ്രവാചകനെ യെശയ്യാവ് ക്രിസ്തുവിന് 660 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചിച്ചിട്ടുള്ളത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനെ യെശയ്യാവ് ഇപ്രകാരം പ്രവചിക്കുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. വായിക്കാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. യാഥാസ്ഥികരെ യഹൂദറബിമാർ വിശ്വസിക്കുന്നു, വിമാനങ്ങളാൽ യെരുശലേം സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറി ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. AD 1517 റോമിന്റെ അധീനതയിൽ നിന്നും തുർക്കികൾ യെരുശലേം പിടിച്ചെടുത്തു. ഏതാണ്ട് 400 സംവത്സരം തുർക്കികൾ യെരുശലേം അടക്കി ഭരിച്ചു. അതിനുശേഷം 1917 ഒന്നാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടന്റെ വ്യോമസേനയുടെ ജനറലായിരുന്ന ജനറൽ അലൻബി തുർക്കുകളുടെ കയ്യിൽ നിന്നും ഈ യെരുശലേമിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടന്റെ വ്യോമസേനയുമായിട്ട് യെരുശലേമിലേക്ക് കുതിച്ചു. യെരുശലേമിന്റെ മുകളിലൂടെ ബ്രിട്ടന്റെ യുദ്ധവിമാനങ്ങൾ മൂളി പറന്നപ്പോൾ യുദ്ധവിമാനങ്ങൾ കണ്ടിട്ടില്ലാത്ത തുർക്കി ഭടന്മാർ ഭയപ്പെട്ടുപോയി. അവർ ഭയപ്പെട്ട് അരണ്ടിട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് യെരുശലേം നഗരം വിട്ട് അവർ പുറത്തേക്ക് കടന്നുപോയി. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കും, ഒരൊറ്റ വെടിയുണ്ട പോലും മുഴക്കാതെ, ഒരു വെടിനാദം പോലും കേൾക്കാതെ ഇസ്രായേൽ രാഷ്ട്രത്തെ യെരുശലേമിനെ തുർക്കികളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ജനറൽ അലൻബിയുടെ സൈന്യത്തിന് കഴിഞ്ഞു. അതോടുകൂടെ യെശയ്യാവിന്റെ പ്രവചന അക്ഷരം പോലെ നിവർത്തിച്ചു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യെരുശലേമിനെ ഞാൻ കാത്തുകൊള്ളും എന്നുള്ള ദൈവത്തിന്റെ വചനം അക്ഷരം പ്രതി നിവർത്തിക്കുവാനിടയായി തീർന്നു. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വർത്തമാനകാല ലോകത്തിൽ യെരുശലേമിന്റെ സ്ഥിതി നമുക്ക് നോക്കാം. 1948 മെയ് മാസം 28-ാം തീയതി ആകുന്നു ഈ ഇസ്രായേലിന്റെ എയർഫോഴ്സ് സ്ഥാപിക്കുവാനിടയായി തീർന്നത്. ഇസ്രായേൽ എയർഫോഴ്സ് സ്ഥാപിച്ചതിനു ശേഷം ഇന്നത്തെ ഇസ്രായേലിന്റെ വ്യോമശക്തി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ വ്യോമശക്തി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വ്യോമശക്തികളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഫൈറ്റർ വിമാനങ്ങളും പെട്രോളിംഗ് വിമാനങ്ങളും ടാങ്കർ വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും ഉൾപ്പെടെ തദ്ദേശീയവും അമേരിക്കയിൽ നിർമ്മിച്ചതുമായ ആയിരക്കണക്കിന് വിമാനങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ശക്തമായ എയർഫോഴ്സ് സംവിധാനം ഇന്ന് ഇസ്രായേലിനുണ്ട്. അത് മാത്രമല്ല, കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഈ കൊച്ചു രാജ്യത്ത് നിന്നാണ് ഏതാണ്ട് 125 കോടി ജനങ്ങൾ പാർക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ജനത്തെ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിമാനങ്ങൾ വാങ്ങുവാൻ കരാറിട്ടിരിക്കുന്നത്. ഈ അടുത്ത 2 ആഴ്ച മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. എന്ന് വെച്ചാൽ പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിക്കുന്നു. എവിടെ നിന്നെന്നറിയാമോ? ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കുന്നു. കാരണം ഇസ്രായേലിന് ചുറ്റും അറബി രാഷ്ട്രങ്ങൾ ശത്രുതയോടെ അതിനെ ഒടുക്കിക്കളയുവാൻ 4 മുക്കം നിൽക്കുമ്പോൾ, എന്നാൽ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളാം. യെരുശലേമിന് ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങൾക്ക് ഇന്ന് ഇസ്രായേലിനെ തൊടുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഇസ്രായേലിന് സുശക്തമായ ഒരു വ്യോമശക്തിയും അതിന്റെ വ്യോമായുധങ്ങളും വിമാനങ്ങളും ഉണ്ടെങ്കിൽ ആ വിമാനങ്ങളാൽ യെരുശലേം സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്രായേൽ എത്തിയെങ്കിൽ
യഹൂദ റബിമാർ പറയുന്നു, വിമാനങ്ങളാൽ യെരുശലേം സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും, അപ്പോൾ മശിഹ പ്രത്യക്ഷമാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഏത് കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്നുവെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുക. യെരുശലേം വിമാനങ്ങളാൽ സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സുസജ്ജമായ ഒരു വ്യോമശക്തിയായിട്ട് ഇസ്രായേൽ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, മൂന്നാമത് യഹൂദ റബിമാരുടെ വിശ്വാസത്തിൽ മശിഹ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അവ പറയുന്നു, യെരുശലേമിന്റെ ഇസ്രായേലിലെ യെരുശലേമിന്റെ ഊഷര മരുഭൂമികൾ അത് പനിനീർ പുഷ്പം പോലെ പൂത്ത് അനുഗ്രഹിക്കപ്പെട്ട സമർത്ഥമായ കൃഷി സ്ഥലങ്ങളായി മാറ്റപ്പെടും. ഇതും ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് ഇപ്രകാരം പ്രവചിച്ചു, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. വായിച്ചാട്ടെ, യെശയ്യാവ് 35-ന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇസ്രായേലിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന മരുഭൂമി, ഊഷരഭൂമി എന്ന് വെച്ചാൽ കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അവർക്ക് വെള്ളം ലഭ്യമല്ല. ജീവിതത്തിൽ ഒരു സാഹചര്യം കൃഷിക്ക് അനുകൂലമായിട്ടില്ല. ഇതായിരുന്നു ഇസ്രായേലിന്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചയക്കുവാൻ വേണ്ടി പോയപ്പോൾ ആ വിശ്വാസിയുടെ അളിയൻ, താൻ നമ്മുടെ പത്തനംതിട്ട സെൻട്രൽ വിശ്വാസിയാണ്, അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. താൻ തന്റെ മൊബൈൽ ഫോണിൽ നിന്നും ചില ചിത്രങ്ങൾ, ഒരു ന്യൂസും എന്നെ കാണിച്ചു. ആ ന്യൂസ് ഇതായിരുന്നു, ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്രകാരം അവകാശപ്പെട്ടിരിക്കുകയാണ്, ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇസ്രായേലിന് സാധിക്കും എന്ന് അവർ അവകാശപ്പെട്ടിരിക്കുക. മുഴു ലോകത്തിലുമുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന് ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അതിനെ അക്ഷരം പ്രതി സാധൂകരിച്ച് ചില ചിത്രങ്ങളും താൻ കാണിച്ചു. ഒരു 4-5 ചിത്രങ്ങൾ. ഒന്നാമത്തെ ചിത്രം 2 മുന്തിരിക്കുലയുടെ ചിത്രമാണ്. അത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുണ്ട്. കാരണം ഞാൻ ചിന്തിച്ചതിലും എത്രയോ കോടിക്കണക്കിന് കാലങ്ങൾക്കപ്പുറത്താണ് ആ ചിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 മുന്തിരിക്കുലയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ ഫോട്ടോ എടുക്കുന്ന ചിത്രമാണ്. ഈ സഹോദരൻ ഏകദേശം 6 അടി നീളമുണ്ട്. തന്റെ കഴുത്തൊപ്പം വരുന്ന 2 മുന്തിരിക്കുലകൾ അതേ ഉയരത്തിൽ നിന്ന് താഴെ വരെ മുട്ടിക്കിടക്കത്തക്കവണ്ണം വളർന്ന് തൂങ്ങി അതിങ്ങനെ ഫലഭൂയിഷ്ടമായി കിടക്കുകയാണ്. കറുത്ത മുന്തിരിക്കുലകൾ ഇങ്ങനെ 2 ഭാഗത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ, നമ്മുടെ നാട്ടിൽ വാങ്ങിച്ചുള്ള മുന്തിരിക്കുല 100 ഗ്രാമിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനപ്പുറത്തൊരു മുന്തിരിക്കുല എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴാണ് എസ്കോൽ താഴ്വരയോളം പണ്ട് ദേശം ഉറ്റുനോക്കുവാൻ ചെന്നിട്ടൊരു മുന്തിരിക്കുല തണ്ടോടറുത്ത് ഒരു കമ്പിൽ വെച്ച് കെട്ടി 2 പേർ ചുമന്നുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ അർത്ഥവ്യാപ്തി എനിക്ക് മനസ്സിലായത്. 2 മുന്തിരിക്കുല എന്ന് പറയുന്നത് ഒരു വലിയ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ 2 വശങ്ങളിലും തലതൊട്ട് പാദം വരെ നീണ്ട് വളരെ വിസ്തൃതമായി ഫലഭൂയിഷ്ടമായി കിടക്കുന്ന 2 മുന്തിരിക്കുലകൾ. ഇസ്രായേൽ ഇപ്രകാരമുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ ആയിരക്കണക്കിന് മുന്തിരിക്കുലകൾ വിളഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ ഒരു പ്ലാവിന്റെ പിക്ചർ എന്നെ കാണിച്ചു. പ്ലാവെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇല കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. അതിന്റെ വേരും കൊമ്പും ശിഖരങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കായിട്ട് ചക്കകൾ പിടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കണ്ടാൽ നമുക്ക് കണ്ണെടുക്കുവാൻ സാധിക്കത്തില്ല. അതുപോലെ മാവിൽ മാമ്പഴം കായ്ച്ചു കിടക്കുന്ന അവസ്ഥ, മാങ്ങകൾ ഇലകൾ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ അതിന്റെ ഓരോ ശിഖരങ്ങളിൽ ആയിരക്കണക്കിന് മാമ്പഴങ്ങൾ ഇങ്ങനെ ഫലഭൂയിഷ്ടമായി കിടക്കുക. അതുപോലെ ഈന്തപ്പഴം, വിവിധ വിധത്തിലുള്ള പഴങ്ങൾ, ഇതൊക്കെ ഫലഭൂയിഷ്ടമായിട്ട് ഇസ്രായേലിൽ പഴുത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ ഞാൻ കാണിച്ചു കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തിയാണ്. പനിനീർ പുഷ്പം പോലെ അത് ഉല്ലസിച്ച് പൂക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരും. ഇന്നത്തെ ഇസ്രായേലിന്റെ കാർഷിക അവസ്ഥയെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം സിട്രസ് ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന രാഷ്ട്രം ഇസ്രായേലാണെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം പശ്ചിമേഷ്യയില് ഓറഞ്ചും നാരകവും മധുരനാരകവും മുന്തിരിയും വാഴപ്പഴം ആപ്പിളും ചെറിയും പ്ലമ്മും സ്ട്രോബെറിയും മാതളകവും അടുത്തത് മുള്ളോടുകൂടിയ ഒരുതരം സബർജല്ലിയും കയറ്റി അയക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രമായിട്ട് ഇസ്രായേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അത്
അത് മാത്രമല്ല സൂര്യകാന്തി പൂക്കളും പനിനീർ പുഷ്പങ്ങളും ഏതാണ്ട് 100 വെറൈറ്റി ഐറ്റമായിട്ട് 100 കണക്കിന് കളറുകളിലുള്ളതായി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സമ്പന്നമായ ഫലപുഷ്ടമായ രാഷ്ട്രമായിട്ട് ഇസ്രായേൽ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുക ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേലിന്റെ കാർഷിക മേഖലയിലുള്ള ഈ തഴപ്പും വളർച്ചയും കാണുമ്പോൾ യഹൂദ റബീബ പറഞ്ഞു, യെരുശലേമിന്റെ മരുഭൂമികൾ മലർവാടികളായി തീരുന്നൊരു കാലഘട്ടം വരും. അത് സംഭവിക്കുമ്പോൾ മശിഹ പ്രത്യക്ഷപ്പെടും. ഇന്നത്തെ ഉത്തരാധുനിക യുഗത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ യെരുശലേം ഈ നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവങ്ങൾക്ക് അക്ഷരം പോലെ നിവർത്തിക്കപ്പെട്ട് കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ, ഇത് അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. യേശു വരാറായി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളാർത്തിന് ഹല്ലേലൂയ പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യഹൂദൻ ലോകത്തിന്റെ കടികാരമാണ്. AD 70 റോമന്റെ ആക്രമണത്തിൽ യഹൂദൻ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറപ്പെട്ടുപോയി. സ്വരാജ്യം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും യഹൂദന്മാർ ചിതറപ്പെട്ടുപോയി. എന്നാൽ അവൻ ചിതറപ്പെടുന്നതിന് എത്രയോ കാലങ്ങൾക്കപ്പുറത്ത്, ക്രിസ്തുവിന് 600 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ യെശയ്യാവ് എഴുതി വെച്ചു, നീ ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറപ്പെട്ടാലും നിനക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെശയ്യാവ് പ്രവചിച്ചു, ഇസ്രായേലേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ കിഴക്കുനിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും, വടക്കിനോട് തരിക എന്ന് പറയും, തെക്കിനോട് ഞാൻ തടുത്തു വെക്കെന്ന് പറയും, ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും ഞാൻ വിളിക്കും. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനമാണ്. ഇസ്രായേൽ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ചിതറപ്പെട്ടാലും ശരി, ചിതറപ്പെട്ട ചരിത്രം നമുക്കറിയാമല്ലോ. ജർമ്മനിയിൽ ഹോളോകോസ്റ്റ് 60 ലക്ഷം യഹൂദന്മാരാണ് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നാസി പട്ടാളക്കാർ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നത്. റഷ്യയിലെ സാർ ചക്രവർത്തിമാർ യഹൂദന്മാരെ പീഡിപ്പിച്ച ദാരുണമായ സംഭവങ്ങൾ വായിച്ചു കേട്ട ഹൃദയം തകർന്നു പോകും. യഹൂദന്മാരെ നിരത്തി നിർത്തി കൊടിലുകൾ കൊണ്ടവരുടെ നാക്ക് പിഴുതെടുത്ത് പീഡിപ്പിച്ചു, മൃഗീയമായി കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ഏതെല്ലാം വിധത്തിൽ യഹൂദന്മാരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ അവരെ പീഡിപ്പിച്ചു. ഇന്ത്യ മഹാരാജ്യത്തേക്ക് അഭയാർത്ഥികളെ കടന്നു വന്നു. നമ്മുടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും അവർ ആവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. എന്നാൽ തിരുവെടുത്തെന്ന് പറഞ്ഞു, നീ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ചിതറപ്പെട്ടാലും അന്ത്യകാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേലേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ കിഴക്കെന്ന് വരുത്തു, പടിഞ്ഞാറെന്ന് ശേഖരിക്കും, വടക്കിനോട് തരിക എന്ന് പറയും, തെക്കിനോട് തടുത്തു വെക്കലെന്ന് പറയും, ദൂരത്തൊന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തിന്റെ പുത്രിമാരെയും ഞാൻ വിളിച്ചു വരുത്തും. ഇന്ന് ഇസ്രായേലിന്റെ അവസ്ഥ എന്ത്? 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം പിറന്നു വീണതിന് ശേഷം ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള യഹൂദന്മാർ സ്വരാജ്യത്തേക്ക് ചേക്കേറി. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന യഹൂദന്മാരും അവിടെ നിന്ന് കടന്നുപോയി. ഞാൻ ആ പ്രദേശത്ത് പോയിട്ടുണ്ട്. ഇന്ന് കൊച്ചി മട്ടാഞ്ചേരിയിൽ കേവലം 4 or 5 യഹൂദന്മാർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും സ്വരാജ്യത്തേക്ക് കടന്നുപോയി. ഇന്ന് 2014 ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ സെൻസസ് കണക്ക് പ്രകാരം 82,52,500 യഹൂദന്മാർ ഇന്ന് യെരുശലേമിൽ പാർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രമാത്രം യഹൂദന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അവർ ഒരുമിച്ച് കൂടി സ്വരാജ്യത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കിക്കോ, അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുള്ളതാ, നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചിതറപ്പെട്ടാലും അന്ത്യകാലത്ത് ഞാൻ മടക്കി വിളിക്കും, സ്വരാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമല്ല, ഈ കൊണ്ടുവന്നവരെ കുറിച്ച് പ്രവാചകനെ സെഫന്യാവ് ഒരു പ്രവചനം പ്രവചിച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം അറിയാതെ തിരതല്ലും. താൻ പറഞ്ഞിരിക്കുന്നത് സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് സെഫന്യാവ് പറഞ്ഞിരിക്കുന്നത്, ഈ ചിതറപ്പെട്ട യഹൂദന്മാർ സ്വരാജ്യത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവർ ഏക മനസ്സോടെ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ ഞാൻ അവർക്ക് നിർമ്മലമായ ഒരു ഭാഷ കൊടുക്കും. അതരമെന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിലത് ഭാഷയും തന്നെയാണ്. നിർമ്മലമായ ഒരു ഭാഷ ഞാൻ അവർക്ക് കൊടുക്കും. ആ വാക്യം നിങ്ങളൊന്ന് ചിന്തിക്കണമേ. ചിതറപ്പെട്ട യഹൂദന്മാർ സ്വരാജ്യത്തേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ അവർ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ മുഴു യഹൂദന്മാർക്കും ഒരു ശുദ്ധമായ ഭാഷ ഞാൻ കൊടുക്കും. ആ പ്രവചനത്തിന്റെ അർത്ഥവ്യാപ്തി നിങ്ങൾ ചിന്തിക്കണം. ചിതറപ്പെട്ടത് 1500 വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുമ്പാണ്. 1500 വർഷങ്ങൾക്കിടയ്ക്ക് യഹൂദന്റെ എത്ര തലമുറകൾ ജനിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1500 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിന്റെ 7 വൻകരകളിലായി വിവിധ ജാതികളുടെയിൽ വിവിധ ഭാഷക്കാരുടെയിൽ യഹൂദൻ ചിതറപ്പെട്ട് അവിടെ വംശവർദ്ധനവ് നടത്തി എത്രയോ തലമുറകൾ പിന്നിട്ട് 1500 വർഷങ്ങൾക്ക് ശേഷം യഹൂദൻ സ്വരാജ്യത്തേക്ക് മടങ്ങി വരുമ്പോഴും എല്ലാവരുടെയും നാവിൽ ശുദ്ധമായ എബ്രായ ഭാഷയുണ്ട്. അവനത് മറന്നുപോയിട്ടില്ല. ഒരേ നാവ് കൊണ്ട് അവർ എബ്രായ ഭാഷ സംസാരിക്കുന്നു. അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ കൊച്ചു കേരളത്തിലേക്ക് നോക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് പ്രവാസികളായിട്ട് ഒരു 4 വർഷം അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നാൽ പിന്നെ മലയാളം സംസാരിക്കത്തില്ല. അവിടെ ജനിച്ചു വന്ന കുട്ടികള് ഇവിടെ വന്ന മലയാളം പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരാൻ തുടങ്ങും. ഒരു 2 തലമുറ കഴിഞ്ഞാൽ മാതൃഭാഷ അവർക്ക് അന്യമായി തീരും. അങ്ങനെയെങ്കിൽ 1500 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് മാതൃഭാഷയ്ക്ക് കോട്ടം വരാതെ യഹൂദന്റെ നാവിൽ ലോകത്തിന്റെ 7 വൻകരകളിൽ ചിതറപ്പെട്ടിട്ട് ദൈവം അത് സൂക്ഷിച്ചുവെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവചനത്തിന് നിവർത്തിയല്ലേ? ഇന്ന് ലോകത്തിന്റെ 7 വൻകരകൾ യഹൂദൻ സ്വരാജ്യത്ത് മടങ്ങി വന്ന എബ്രായ ഭാഷ അവ മനോഹരമായി സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ നീ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. എന്റെ യേശു വരാറായി ഒരു അന്ത്യകാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ അടുത്തിരിക്കുകയാണ്. ഇന്നത്തെ വർത്തമാന ലോകത്തിന്റെ സ്ഥിതിവിശേഷവും പോക്ക് കാണുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ വരവ് എവിടെ നിൽക്കുകയാണെന്ന്. ഒരു 2 മാസം മുമ്പ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന് നിങ്ങൾ എല്ലാവരും ദുഃഖത്തോടെ വായിച്ചു കാണും. എന്താണ് ആ വിധിയെന്നറിയാമോ? അമേരിക്കൻ പരമോന്നത നീതിന്യായ കോടതി വിധി പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ സ്വവർഗ വിഭാഗത്തിന് നിയമപരമായ സാധുത നൽകിക്കൊണ്ട് അവിടുത്തെ പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വിധിക്കെതിരായി പല പ്രാവശ്യം യുദ്ധം ചെയ്തതിനു ശേഷം അന്തിമമായിട്ട് അമേരിക്കൻ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ സ്വവർഗ വിവാഹം അനുവദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് അതിനകത്ത് ഒപ്പിട്ടപ്പോൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം അമേരിക്കൻ സുപ്രീം കോടതി സ്വവർഗ വിഭാഗത്തിന് അനുവാദം കൊടുത്തുവെന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് അയർലൻഡ് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അവിടെ അഭിപ്രായം അറിയുവാൻ ഒരു വോട്ടിംഗ് നടത്തി. വോട്ടിംഗ് നടത്തിയപ്പോൾ 65% 65% ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സ്വവർഗ വിവാഹം വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ലോകത്തിന്റെ ഈ പോക്കിന്റെ അർത്ഥം? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒലിവുമല വെച്ച് അരുമനാഥൻ തിരുവായ്മൊഴിഞ്ഞു. കർത്താവിന്റെ വരവിനോട് അടുക്കുമ്പോൾ മനുഷ്യപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കുക. എന്താണ് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? അവർ പുരുഷനെ വിവാഹം കഴിച്ചു, സ്ത്രീയെ വിവാഹം കഴിച്ചു. ദൈവകോപത്തിനിടയായി അഗ്നിയാൽ അത് വന്ദിരിക്കപ്പെട്ടു. കർത്താവ് യേശുക്രിസ്തു ഒലിവുമല വെച്ച് തിരുവായ്മൊഴിഞ്ഞു. എന്റെ വരവിനോട് അടുക്കുന്ന മനുഷ്യപുത്രൻ നാൾ വരുമ്പോൾ ലോകത്തിൽ ഈ വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും. പുരുഷനെ വിവാഹം കഴിക്കും, സ്ത്രീയെ വിവാഹം കഴിക്കും. ലോകത്തിന്റെ ഏറ്റവും സാമ്പത്തികമായ പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പരമോന്നത നീതിന്യായ കോടതി അതിന് നിയമപരമായ ആനുകൂല്യം കൊടുത്തുവെന്നുണ്ടെങ്കിൽ ലോകത്തിൽ എത്രയോ രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇതിനെ ഒരു അഭിമാനമായി കാണുന്നെങ്കിൽ ഒരു ഭക്തൻ അതിനെ മനസ്സിലാക്കുക. ഇല്ല, എന്റെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തുപോയി. എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ നാളുകൾ അടുത്തുപോയി. കാര്യം ലോത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ അടുത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഏത് കാലഘട്ടത്തിലും ജീവിച്ച ഭക്തന്മാർ അവിടെ കാലത്ത് കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയോടെ ജീവിച്ചിരുന്നതായിട്ടാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചരിത്രകാരൻ അലക്സാണ്ടർ മക്ലറാന്റെ എഴുത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ മക്ലറാൻ ഇപ്രകാരം പറയുന്നുണ്ട്: 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മരണത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചതിനേക്കാളും അവർ ചിന്തിച്ചതും അവർ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ വരവിനെ കുറിച്ചായിരുന്നു. അവർ ആ വരവിന് വേണ്ടി 1-ാം നൂറ്റാണ്ടിൽ കാത്തിരുന്നു. നവീകരണ പ്രസ്ഥാനത്തിന്റെ നാഥനായിരുന്ന മാർട്ടിൻ ലൂതർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞുവെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നു. മാർട്ടിൻ ലൂതർ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു ഭക്തനാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞു, യേശുക്രിസ്തു ഇന്നലെ മരിച്ചു, ഇന്ന് ഉയർത്തെഴുന്നേറ്റു, നാളെ മടങ്ങി വരും. ആ പ്രത്യാശയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് മാർട്ടിൻ ലൂതറിന്റെ വാക്കെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമോ, ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണം നടത്തതിനു ശേഷം അവിടുത്തെ ചാപ്ലൈൻ ഡീൻ ഫെറാർ എന്ന് പറയുന്ന ഒരു ചാപ്ലൈൻ കിരീടധാരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിക്ടോറിയ രാജ്ഞിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ കണ്ണുകൾ നനയുന്നത് കണ്ടു. അവർ കരയുകയാണ്. ഡീൻ ഫെറാർ ചോദിച്ചു, എന്താണ് മഹാറാണി കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ അടുത്തിടയ്ക്ക് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ
കുറിച്ചുള്ള ഒരു പ്രസംഗം കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു വല്ലാത്ത ആഗ്രഹം, എന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു മടങ്ങി വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഡീൻ ഫെറാർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മഹാറാണി, ഈ കിരീടധാരണം കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ കർത്താവ് മടങ്ങി വരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? മഹാറാണി മറുപടി പറഞ്ഞു, ഡീൻ ഫെറാർ, ആ കാലുകളിൽ കർത്താവ് യേശുക്രിസ്തു മടങ്ങി വന്നിട്ട് അവന്റെ ആ കാലുകളിൽ എന്റെ കിരീടം കൊണ്ടുചെന്ന് വെച്ച് ആ കാലുകളിൽ ചെന്നിരിക്കുവാൻ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോകുന്നു. ആ ഭക്തയുടെ ആഗ്രഹം കർത്താവിന്റെ പ്രത്യക്ഷതയാകുന്നു. 1953 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം കഴിഞ്ഞിട്ട് കാൻഡൻബറി ആർച്ച് ബിഷപ്പായിരുന്ന ജോഫ്രി ഫെഷർ നടത്തിയതായ സന്ദേശത്തിൽ ഇപ്രകാരം എലിസബത്ത് രാജ്ഞിയോട് പറഞ്ഞു, എലിസബത്ത് രാജ്ഞി, കിരീടം ധരിക്കുവാൻ അവകാശമുള്ള ഒരുത്തൻ വരുന്നുണ്ട്, അത് വരുന്നിടം വരെ കിരീടം ധരിക്കുവാൻ അവിടുത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഭക്തന്മാർ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരുന്നു. ഈ കാലഘട്ടത്തിൽ അനേക ഭക്തന്മാർ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവർ പ്രത്യാശയോടെ കാത്തിരുന്ന് ഈ ലോകം വിട്ട് കടന്നുപോയി. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരിലും അനേകർ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു, കർത്താവിന്റെ വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആരെടുക്കപ്പെടുവാൻ യോഗ്യരായിത്തീരും? അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതി 1-ാം ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ഇപ്രകാരം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. താൻ പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ആ സംഭവം നടക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടുന്ന 2 കൂട്ടർ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിച്ച മരിച്ച വൃതന്മാർ കർത്താവിന്റെ കാഹള ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത് പറയുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ കാഹളനാദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കും. മാൻപേടകളെ പ്രസവിക്കുന്ന വനത്തിന്റെ തോലുരിക്കുന്ന കർത്താവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കും. ആ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഒരിമപ്പെടുതിൽ ഭക്തന്മാർ രൂപാന്തരപ്പെട്ട് സ്വർഗമണ്ഡലങ്ങളിലേക്ക് പറന്നുയരുവാനിടയായിത്തീരും. ഇത് ആത്മാവിൽ എസിയാവ് കണ്ടിട്ട് ചോദിക്കുന്നു, മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാക്കളെ പോലെയും പറന്നു വരുന്ന ഒരുവരാരെന്ന് ചോദിച്ചിരിക്കുന്നു. കിളിവാതിലുകളിലേക്ക് പറന്നുയരുന്ന പ്രാക്കളെ പോലെ, ആകാശമണ്ഡലങ്ങൾ പറന്നുയരുന്ന വെള്ളമേഘങ്ങൾ പോലെ ഭക്തന്മാർ ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ പോകുന്നു. പക്ഷേ ആർ കടന്നു പോകും? പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. ആം എന്ന് പറയുമ്പോൾ അതാരാണെന്ന് ചിന്തിക്കണം. എല്ലാവരും പോകുവാൻ സാധിക്കുമോ? ക്രിസ്ത്യാനികളൊക്കെ ചിന്തിക്കുന്ന എല്ലാവരും പോകുവാൻ സാധിക്കുന്നു ഇല്ല. ഈ നാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിരയെക്കുറിച്ചാണെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ആരാണ് ഈ നാമം? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് നാം? പാപത്തിൽ ജീവിക്കുന്ന നാമല്ല, പാപസംബന്ധമായി മരിച്ചവരായ നാം എടുക്കപ്പെടുവാനിടയായി തീരും. പാപസംബന്ധമായി മരിക്കണം, മദ്യത്തിന് മരിക്കണം, മയക്കുമരുന്നിന് മരിക്കണം, പുകവലിക്ക് മരിക്കണം, എല്ലാ ദുഷ്ടതയ്ക്കും മരിക്കണം. പാപസംബന്ധമായി മരിച്ചവരായ നാം കർത്താവിന്റെ കാഹള ശബ്ദത്തിൽ രൂപാന്തരപ്പെടും. അത് മാത്രമല്ല, റോമർ 6-ന്റെ 3-ാം വാക്യത്തില് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആരെന്ന് അവിടെ പൗലോസ് പറയുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിട്ടുണ്ടോ? നാം എല്ലാവരും കർത്താവിന്റെ വരവിൽ കാണപ്പെടും. സ്നാനമേറ്റിട്ടില്ലെങ്കിൽ ഇന്ന് അവസാന സന്ദർഭമാണ്. തീരുമാനിച്ചോണം, കർത്താവിന്റെ വരവിൽ പോണോ, പാപസംബന്ധമായി മരിച്ചോണം, നാം ആയിക്കോണം. അടുത്തത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് നാം ആയിക്കൊള്ളണം. ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. മൂന്നാമത് റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുന്നു. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമ്പോൾ ആ ഗണത്തിൽ കാണപ്പെടണമെങ്കിൽ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായി കാണപ്പെടണം. പരിശുദ്ധാത്മാവിനെ വിശ്വാസത്തിൽ പ്രാപിക്കണം. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഭൂമിയിലേക്ക് അയച്ചെന്ന ആദ്യത്തെ ദാനമായ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ടോ?
ആത്മാവെന്ന ആദിദാനം ലഭിച്ചിട്ടുണ്ടോ, കർത്താവിന്റെ കാഹള ശബ്ദത്തിൽ രൂപാന്തരപ്പെടുവാൻ സാധിക്കും. അത് മാത്രം പോരാ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവകൃപയിൽ നിലനിൽക്കുന്നവർക്ക് കർത്താവിന്റെ പ്രത്യക്ഷം എടുക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. കൃപയിൽ നിലനിൽക്കുന്നവർക്ക്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ആകയാൽ ദൈവത്തിന്റെ കൃപയിൽ സ്വന്തം കഴിവിലോ പ്രാപ്തിയിലോ വിദ്യാഭ്യാസത്തിലോ കുടുംബശ്രേഷ്ഠതയിലോ പാരമ്പര്യത്തിലോ ധനത്തിലോ അല്ല, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവനാണോ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സാധിക്കും. അത് മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചവരായ നാം. വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ടോ, നിന്ദകൾ സഹിച്ചിട്ടുണ്ടോ, അപമാനം സഹിച്ചിട്ടുണ്ടോ, അവർക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടം സഹിച്ചിട്ടുണ്ടോ, അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാൻ സാധിക്കും. കർത്താവിന്റെ കാഹള ശബ്ദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിൽ തേജസ്കരിക്കപ്പെടുവാൻ സാധിക്കും. പക്ഷെ യേശുക്രിസ്തുവിനോട് ചേർന്ന് കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു. അവർക്കേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രം പോരാ പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ അന്തിമ ലേഖനത്തിൽ അവൻ ഇപ്രകാരം എഴുതി ഉപസംഹരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതി, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസത്തെ കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തുവച്ചിരിക്കുന്നു. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്കത് തരും. അതിനുശേഷം പൗലോസ് പറയുന്നു, എനിക്ക് മാത്രമല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവരായി ലോകത്തിൽ ജീവിക്കണം. പൗലോസ് പറഞ്ഞു, എനിക്കത് കിട്ടും, ഞാൻ ഓടി തികച്ചു. എനിക്ക് മാത്രമല്ല, ആ ദിവസത്തിൽ കർത്താവ് കിരീടം തരുന്നത് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവർക്കൂടെ. ഇന്ന് രാത്രി സഹോദരാ, നീ പ്രിയം വെക്കുന്നത് എന്തിലാ? സമ്പത്തിലാണോ പ്രിയം വെക്കുന്നത്? നിന്റെ മക്കളുടെ ഭാവിയിലാണോ പ്രിയം വെക്കുന്നത്? നിന്റെ ആരോഗ്യത്തിലാണോ പ്രിയം വെക്കുന്നത്? നിന്റെ സുഖസൗകര്യങ്ങളിലാണോ പ്രിയം വെക്കുന്നത്? അതോ എന്റെ യേശുവിന്റെ മടങ്ങിവരവാണോ നിന്റെ ഹൃദയത്തിന്റെ പ്രിയം? അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. തനിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കണം എന്ന് വെച്ചാൽ എന്റെ യേശു എപ്പോൾ വരുമെന്നോർത്ത് ഹൃദയത്തിൽ ഊണിലും ഉറക്കത്തിലും നിലവിലും കർത്താവേ നിന്റെ വരവെന്നുള്ള ചിന്തയോടുകൂടെ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്നവരാണോ, അവർക്ക് കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ സാധിക്കും. അത് മാത്രമല്ല, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു വ്യവസ്ഥ ഇവിടെ പറയുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നിങ്ങൾ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചു കളഞ്ഞിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും ജീവിക്കണം. ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത നിങ്ങൾക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ, കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ ഭക്തികേട് ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതം, ദൈവഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതം നമ്മളിൽ ഉണ്ടാവരുത്. അതൊന്ന്. രണ്ട്, പ്രപഞ്ചമോഹങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിന്റെ കാലഗതി, ഈ ലോകത്തിന്റെ സുഖം, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ സമ്പത്ത്, അതാ പ്രപഞ്ചമോഹങ്ങൾ. അത് നമ്മെ വിട്ടു പോകണം. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നീങ്ങുന്നവരെ മൃത്യുമയിക്കുന്ന പാതാളത്തിന്റെ ആടുകൾ. അവർ സ്വയാശ്രയക്കാരാകുന്നു. അവർക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തില്ല. കർത്താവിന്റെ വരവിൽ പോകണമോ, പ്രപഞ്ചമോഹങ്ങൾ വിട്ടുപോയേ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടുപോകണം. അതൊന്ന്. ഭക്തികേട് വിട്ടുപോയിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ, എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, എന്റെ ജീവിതത്തിന്റെ പ്രയാണം എവിടേക്കാണ്, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കണക്കുകൂട്ടലോടുകൂടെ, അതാ സുബോധത്തോടെ, ഒരു നീതിയോടെ, ഭക്തിയോടെ ജീവിച്ചു വന്നാൽ ഒരിക്കൽ നിന്റെ കാതുകളിൽ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരും. അവന്റെ വരവിങ്കൽ ഒരു ഇമപ്പൊഴുതിൽ രൂപാന്തരപ്പെടുവാൻ സാധിക്കും. അവസാനം ഒരു ഒറ്റ വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതെല്ലാറ്റിലും ഉപരി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഇതിനപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഇതിനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ സാധിക്കത്തില്ല, അല്പം പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ഇല്ല, ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണപ്പെടും. നമുക്ക് ഉറപ്പാണ്
നമ്മളത് ഉറപ്പിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പത്രോസ് നമ്മെ ഉറപ്പിക്കുന്നു. അവിടെ പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി അടുത്തത് പറയുന്നു, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സുറപ്പിച്ചാട്ടെ, ഞാൻ പോകും, എന്റെ കർത്താവിന്റെ വരവിൽ ഞാൻ കാണും. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും പിന്മാറ്റങ്ങളും അധൈര്യങ്ങളും ഓർത്ത് നിരാശപ്പെട്ട് ഞാൻ കാണത്തില്ല, കൈവിടപ്പെട്ടു പോകുമെന്ന് അധൈര്യപ്പെട്ട് കലങ്ങിയിരിക്കാതെ തിരുവെടുത്ത് നിന്റെ മനസ്സുറപ്പിച്ച് നീ നിർമ്മതനായിട്ടിരുന്നിട്ട് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിനക്ക് വെളിപ്പെടുവാനുള്ള ആ കൃപയിൽ, നിന്നിൽ വരുവാൻ പോകുന്ന ദൈവകൃപയുണ്ട്, ആ കൃപയിൽ നീ പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. ആ കൃപയെന്ന് പറയുന്നത് എന്താണ്? നിന്റെ അയോഗ്യതകളുടെ മധ്യേ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അതാണ് ദൈവത്തിന്റെ കൃപ. നിന്റെ കഴിവില്ലായ്മയുടെ മധ്യേ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, അതാണ് ദൈവത്തിന്റെ ശക്തി, അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. നീ നിന്റെ അയോഗ്യതകളും കുറവുകളും കണ്ടിട്ട് അധൈര്യപ്പെട്ടിരിക്കുകയല്ല, മനസ്സുറപ്പിച്ച് നിർമ്മതനായി എന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എന്നിൽ ആ കൃപ വെളിപ്പെടും എന്ന് വെച്ചാൽ എന്റെ ശക്തിക്കും പ്രാപ്തിക്കും ഇതേ ദൈവത്തിന്റെ ശക്തി എന്നിൽ വെളിപ്പെടും. അത് എന്നെ രൂപാന്തരപ്പെടുത്തും. കാരണം ആ കൃപയാണ് എന്നെ വീണ്ടും വിളിച്ചത്, ആ കൃപയാണ് എന്നെ വീണ്ടെടുത്തത്, ആ കൃപയാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത്, ആ കൃപയാണ് എന്നെ നീതീകരിച്ചത്, ആ കൃപയാണ് എന്നെ തെരഞ്ഞെടുത്തത്. അത് മാത്രമല്ല, വിശ്വാസ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പരിശോധനകളുടെ നടുവിൽ, കഷ്ടതയുടെ തീച്ചുളയിൽ താണുപോകേണ്ട എത്രയോ സന്ദർഭങ്ങളിൽ എന്നെ ഇന്നയോളം നിലനിർത്തിയത് ആ ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ ഇന്നുവരെയും എന്റെ താങ്ങിയെങ്കിൽ ആ കൃപ കർത്താവിന്റെ വരവെങ്കിൽ എന്റെയും രൂപാന്തരപ്പെടുത്തും. കണ്ണുകൾ അടച്ചാട്ട് എത്ര നമുക്കുടെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. യേശുക്രിസ്തു കൃപ നിറഞ്ഞവനാണ്. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. ആ കൃപയുടെ ആത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ, കൃപ നിറഞ്ഞവനായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൃപമേൽ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാകുന്നു ചെയ്യുന്നത്. ആ കൃപയെ നമുക്ക് പ്രാപിക്കാം. ഭക്തനായ ദാവീദ് ആ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കൃപയെ അവൻ വാഴ്ത്തി പാടി. അവൻ എന്താണ് പാടിയെന്നറിയാമോ? കർത്താവേ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നുവെന്ന് അവൻ പാടി. നമുക്ക് ഏറ്റുപാടാൻ, കർത്താവേ, നിന്റെ കൃപ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. ദൈവമക്കളെ, നമ്മുടെ കഴിവല്ല ഇത് തിരിച്ചറിഞ്ഞ മറ്റൊരു ഭക്തനാ സെരുബാബേൽ. അവൻ ആലയം പണിയുവാൻ പുറപ്പെട്ടു. ഒടുവിൽ അവനൊരു കാര്യം ബോധ്യമായി സാധിക്കത്തില്ല, അവന്റെ കഴിവുകൊണ്ട് സാധിക്കത്തില്ല. ഒടുവിൽ അവൻ കൃപയിൽ ആശ്രയിച്ചു. അവൻ കൃപ 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 എന്ന് ആർപ്പിട്ടുകൊണ്ട് അതിനെ കീഴടക്കി. ആകയാൽ ദൈവമക്കളെ, നിന്റെ സ്വന്തം കഴിവല്ല, സ്വന്തം ബലമല്ല, ദൈവത്തിന്റെ കൃപയിൽ നീ ആശ്രയിക്കണം. ഈ കൃപ എങ്ങനെ വ്യാപരിക്കും? സക്കറിയ 12:10 അന്ത്യനാളുകളിൽ കർത്താവ് തന്റെ കൃപയുടെ യാചനയുടെ ആത്മാവിനെ നമ്മുടെ മധ്യത്തിൽ അയക്കുവാനിടയായി തീരും. കൃപ യാചനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആര് കരയുന്നോ, ആര് യാചിക്കുന്നോ അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി നമുക്ക് വായ തുറക്കാം. ആരും മൗനമായിട്ടിരിക്കരുത്. യേശുവിന്റെ വരവെടുത്തുപോയി സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിനയാത്ത നിമിഷത്തിൽ യേശു വരും. നിന്നിൽ ആ കൃപ വ്യാപരിക്കുന്നെങ്കിൽ ആ കൃപ നിന്നെ രൂപാന്തരപ്പെടുത്തും. ആ കൃപ കർത്താവിന്റെ വരവെങ്കിൽ നിന്നെ എടുക്കുവാൻ യോഗ്യനാക്കി തീർക്കും. ആകെ നിന്റെ മനസ്സുറപ്പിച്ചാട്ടെ, ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചാട്ടെ. പൗലോസ് പറയുന്നു, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ ഒരിക്കൽ പോലും വ്യർത്ഥമായി തീർന്നിട്ടില്ല. നിന്നെ വ്യാപരിക്കുന്ന കൃപ ഒരിക്കലും വ്യർത്ഥമായി തീരത്തില്ല, അത് വൃഥാവായി തീരത്തില്ല. നീ ആയിരിക്കും ദൈവത്തിന്റെ കൃപയിലായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. യാചിക്കുന്നവർക്ക് കൃപ ലഭിക്കാം. കർത്താവേ, എന്റെ അയോഗ്യതയ്ക്ക് മീതെ, എന്റെ ബലഹീനതയ്ക്ക് മീതെ, എന്റെ കുറവുകൾക്ക് മീതെ, എന്റെ അശക്തിക്ക് മീതെ നിന്റെ കൃപ എന്നിലേക്ക് ഇറങ്ങണമേ കർത്താവേ. നിങ്ങൾ ധൈര്യപ്പെട്ട് ചോദിക്കുവേ, മനസ്സുറപ്പിച്ച് കൃപയ്ക്ക് വേണ്ടി യാചിക്കുവേ. നമ്മുടെ കർത്താവിന്റെ വരം അടുത്തു പോയിരിക്കുന്നു. അവന്റെ ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. നിറയാത്ത നിമിഷത്തിൽ കർത്താവിന് നമ്മുടെ പ്രത്യാശ നമുക്ക് പുതുക്കാം. നമ്മുടെ കാഹള ശബ്ദം കേൾക്കുന്ന ദിവസത്തെ കാതോർക്കാം. ഒരിമപ്പെടുന്ന നമുക്ക് രൂപാന്തരപ്പെടാം. അനന്തമാമൻ ജീവിതത്തിൻ നാടുകൾ നനയ്ക്കുമ്പോൾ ഹൃതികുതുകൾ നിറഞ്ഞിടുന്ന അനന്തമാമൻ ജീവിതത്തിൻ നാടുകൾ നനയ്ക്കുമ്പോൾ ഹൃതികുതുകൾ നിറഞ്ഞിടുന്ന ഭാഗ്യമവനമേ. ഓ സ്വർഗസിയോൻ പുരിയിലെത്തി കരുമനാഥനുമാ, സ്വർഗസിയോൻ പുരിയിലെത്തി കരുമനാഥനുമാ നാടിരുന്ന നാളിനാൽ നോക്കി പാർക്കുന്നേ. അമേൻ.
കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകിലും ധൈര്യപ്പെട്ടിടുവേ. ഓ എന്നൊരു ചെയ്ത ജയവീരൻ കൂടെയുള്ളതിനാ. അവൻ ലോകത്തിൽ കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകിലും ധൈര്യപ്പെട്ടിടുവേ. അവൻ എന്നൊരു ചെയ്ത ജയവീരൻ കൂടെയുള്ളതിനാ. ഓ സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. പോയപ്പോൾ വന്നിടാം വീടും ഒരുക്കിയിട്ടെന്നൊരു ചെയ്തവനേ. വീണ്ടും വന്നെയും ചത്തിടുവാന നാളുകളേറെയോ. പോയപ്പോൾ വന്നിടാം വീടും ഒരുക്കിയിട്ടെന്നൊരു ചെയ്തവനേ. അവൻ വീണ്ടും വന്നെയും ചത്തിടുവാന നാളുകളേറെയോ. ഓ സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. അവൻ സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. അവൻ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. അവൻ സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. അവൻ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. അവൻ സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. അവൻ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. സ്വർഗ്ഗസിയോൻ മുറിയിലെത്തി തരുമനാഥനുമായി. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. 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 Hallelujah, 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 hallelujah. Amen, hallelujah, hallelujah. Hayrava halavadilava kalavam şiraydava. Amelavadilava kalavam şiraydava. Amen, hallelujah, 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 hallelujah. Amen, hallelujah. പ്രിയാദൈവജനമേ, നാം കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ മുറ്റുമായി സമർപ്പിക്കാം. വരുവിൻ, മറന്നുപോകാത്ത ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം. എല്ലാവരെയും ഈ കൃപാകാലത്തിൽ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുവിൻ, വരുവിൻ, എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം, ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കാം, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്നെ സൗഖ്യമാക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പല ഭാഗങ്ങളിൽ നിന്ന്, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിവരുത്തി. വന്നത് നല്ല കാര്യം, വിളികേട്ട് വന്നത് നല്ല കാര്യം. എങ്കിലും നമ്മുടെ ഹൃദയം കർത്താവിങ്കിലേക്ക് അടുക്കുവാനിടയായോ? നമ്മുടെ മനസ്സ് കർത്താവിങ്കിലേക്ക് അടുത്ത്, ഹൃദയവും മനസ്സും കർത്താവിങ്കിലേക്ക് അടുക്കുവാനിടയായോ? കർത്താവിനോട് ചേരുവാനിടയായോ? അങ്ങനെയെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. ഈ രാത്രിയിൽ ആ ധ്വനി മുഴങ്ങുകയാണ്. പ്രിയ ദൈവവൈതലേ, പ്രിയ സഹോദര സഹോദരി, നീ എവിടെയായാലും എന്റെ അടുക്കലേക്ക് ഇപ്പോൾ വരിക. ഞാൻ നിന്നെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്റെ രക്ഷകനായിരിക്കാം, ഞാൻ നിന്റെ നിത്യപിതാവായിരിക്കാം, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാമെന്ന്
കർത്താവ് പറയുകയാണ്, അവൻ തന്നെ വഴിയും സത്യവും ജീവനുമായിരിക്കുകയാണ്. ആ സത്യവഴിയിലേക്ക് കടന്നു വരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. വന്ന് അനുഗ്രഹിക്കപ്പെടുക. എന്താണ് അവിടെ പറയുന്നത്? മറന്നുപോകാത്ത ഒരു ശാശ്വത നിയമം. ദൈവത്തോട് ചേരുവാൻ ചില നിയമങ്ങളും കൽപ്പനകളുമൊക്കെ ഉണ്ട്. ഒരു ശരിയായ വഴിയുണ്ട്, ഒരു ശരിയായ പ്രമാണമുണ്ട്, ഒരു ശരിയായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം, ആ കൽപ്പന പ്രകാരമാണ് ഒരു വ്യക്തി കർത്താവിനോട് ചേരുന്നത്. ഇവിടെ നാം സവിസ്തരമായതെല്ലാം കേട്ടല്ലോ. ഒന്നാമതായി രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക, മാനസാന്തരപ്പെടുക, ഹൃദയം കർത്താവിനായി കൊടുക്കുക, ഹൃദയത്തിൽ കർത്താവിനെ ക്ഷണിച്ചു വരുത്തുക. പ്രിയ ദൈവപൈതലേ, ഇന്ന് ഹൃദയ കവാടത്തിൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആര് തുറന്നു കൊടുക്കുമോ? ഹൃദയത്തിലേക്ക് കർത്താവ് വരും. നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ അവസ്ഥയ്ക്കൊക്കെയും മാറ്റം വരും. കർത്താവ് നിന്നെ തന്റെ നിത്യജീവനാൽ നിറയ്ക്കുവാനിടയാകും. മരണം നീങ്ങിപ്പോകും, ജീവൻ ഉണ്ടാകും, നിത്യജീവൻ പ്രാപിപ്പാനിടയാകും. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ പകർന്ന ധാരാളമായ പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നിത്യജീവന്റെ അവകാശികളായി തീരുന്നുവെന്നാണ്. ഒരേ ഭാഗത്ത് തന്നെ അസത്യം കൽപ്പന വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ ഒരു വ്യക്തിയെങ്കിലും ഹൃദയം കർത്താവിനായി കൊടുക്കുവാൻ, രക്ഷിക്കപ്പെടുവാനുണ്ടെങ്കിൽ ഇന്ന് നിന്റെ രക്ഷാദിവസമാണ്. കർത്താവ് നിന്നെ രക്ഷിക്കുവാനായി സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കാമെന്ന് പറയുകയാണ്. എന്റെ തങ്കച്ചോരയാൽ നിന്നെ കഴുകാമെന്ന് പറയുകയാണ്. ഞാൻ നിനക്കൊരു പുതിയ ജീവിതം തരാമെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അത് കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നത്. അവന്റെ കൃപയാൽ. ഇന്ന് കൃപയുടെ കാലമാണ്, അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാലമാണ്. ദൈവകൃപ ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെടുവാനിടയാകും. അവൻ ആകമാനം ഒരു മാറ്റത്തിലേക്ക്, വ്യതിയാനത്തിലേക്ക് കടന്നു വരികയാണ്, രൂപാന്തരപ്പെടുകയാണ്, ഇടയാകുകയാണ്. ദൈവകൃപ നിന്നെ അതേ തേജസ്സുള്ളവനാക്കി തീർക്കും. ദൈവകൃപ നിന്റെ മേൽ പകരുമ്പോൾ നീ എല്ലാവിധത്തിലും വിടുവിക്കപ്പെടുവാനിടയാകും. നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാനിടയാകും. അതിനായി നമ്മെ സമർപ്പിച്ചാട്ട് അതേ പരിശുദ്ധാത്മാവിനാൽ കർത്താവിനോട് നമുക്ക് ചേർന്ന് ഒന്നായി തീരുവാനിടയാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മടങ്ങിപ്പോകുവാനിടയാകണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. കസേരയിലിരിക്കുന്നവരും വെളിയിൽ നിൽക്കുന്നവരും ഇപ്പോൾ വെളിയിലേക്ക് പോവുകയല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് വരിക. യേശു വിളിക്കുന്നു, വരുവിൻ. സഹോദര, പ്രിയ സഹോദരി, നിന്റെ വിഷയം എന്താണ്? നിന്റെ ഭാരം എന്താണ്? നിന്റെ രോഗം എന്താണ്? നിന്റെ ആവശ്യം എന്താണ്? എന്നോട് അടുത്ത് വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാമെന്ന് കർത്താവ് പറയുന്നു. മുമ്പോട്ട് വരിക. കർത്താവിങ്കലേക്ക് വരിക. സർവശക്തനായ കർത്താവിങ്കലേക്ക്, സകല അധികാരവും പ്രാപിച്ച കർത്താവിങ്കലേക്ക് അടുത്തു വരിക. നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കും. അവനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മെ കടത്തുമാറാക്കുകയാണ്. ആ നിത്യജീവൻ നമ്മുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിപ്പാനിടയാകണം. ജീവനിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ഇവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്ക്. അതേ, ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെടുമ്പോൾ ജീവൻ പ്രാപിക്കുന്നു, സ്നാനപ്പെടുമ്പോൾ അതേ വീണ്ടും ജീവൻ പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ആ ജീവന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. തുടർന്ന് ജീവനിൽ നിന്ന് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് അവർ കടക്കുകയാണ്. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവിന്റെ ഒരു മാരി നമ്മുടെ പന്തലിനും കീഴിൽ അതേ പെയ്യുമാറാകട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയം! ഒന്ന് സന്തോഷിക്കാനുള്ള സമയം, ഒന്ന് ആത്മാവിൽ നിറയാനുള്ള സമയം, കർത്താവുമായിട്ട് ഒന്നായി തീരുവാനുള്ള സമയം.
എത്ര പേര് ഇത് പ്രയോജനപ്പെടുത്തും? ഏറെ സമയം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷത്താൽ നിറയപ്പെട്ട് പോകുവാനിടയാകണം. സ്വർഗീയ സന്തോഷം, ലോകന്തരാർത്ഥ സന്തോഷം അതനുഭവിച്ച് മടങ്ങിപ്പോകുവാനിടയാകണം. ഈ പന്തലിന് കീഴിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മാരി പെയ്യുവാനിടയാകട്ടെ. എത്രയോ പേരെ കർത്താവ് കൂട്ടിവരുത്തി ആത്മാവിൽ നിറഞ്ഞ് ശക്തിയോടെ ബലത്തോടെ മടങ്ങിപ്പോകാനിടയാകണം. പരിശുദ്ധാത്മാവിന് ഒരല്പസമയം ഇടം കൊടുക്കണം. സന്തോഷത്തോടെ മടങ്ങിപ്പോകണം, ശക്തിയോടെ മടങ്ങിപ്പോകണം, ബലത്തോടെ മടങ്ങിപ്പോകണം, പ്രത്യാശയോടെ മടങ്ങിപ്പോകണം. കർത്താവിനെ എതിരേൽക്കുവാനുള്ള ഒരുക്കത്തോടെ കൃപയോടെ മടങ്ങിപ്പോകുവാനിടയാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വായെ തുറന്നാട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവേ, എന്റെ മേൽ നിന്റെ കൃപ പകരണമേ. എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവകൃപ എന്റെ മേൽ പകരണമേ. എന്നെ ഒരുക്കുന്ന ദൈവകൃപ എന്റെ മേൽ പകരണമേ. അതെ, എന്നെ നിന്നെ പോലെയാക്കുന്ന ആ കൃപ എന്റെ മേൽ പകരണമേ. എന്നെ ധൈര്യപ്പെടുത്തുന്ന കൃപ എന്റെ മേൽ പകരണമേ. എന്നെ നിന്റെ വരവിനായി ഒരുക്കുന്ന എല്ലാ അപൂർണങ്ങളെ നീക്കി എല്ലാ കുറവുകളെയും ശുദ്ധീകരിച്ച് എന്റെ സന്നിധിയിൽ എന്നെ ചേർക്കുന്ന ആ കൃപ എന്റെ മേൽ പകരണമേ. വായെ തുറന്നാട്ട്. കൃപ വേണ്ടവർ വായെ തുറന്നാട്ട്. അതെ, ദൈവത്തോട് അപേക്ഷിച്ചാട്ട്. കൃപ കൃപ എന്ന എല്ലാവരുടെയും വായിൽ നിന്ന് പുറപ്പെടട്ടെ. കൃപ കൃപ എന്ന എല്ലാവരും ഉച്ചരിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ. ഹല്ലേലൂയ. എന്നാശ്വാസം എന്റെ ആനന്ദം ഈ അവനിൽ നീ മാത്രമേ. എന്നാശ്വാസം എന്റെ ആനന്ദം ഈ അവനിൽ നീ മാത്രമേ. ആമേൻ, ആമേൻ. കൃപയിൽ ഞാൻ കൃപ, കൃപ, കൃപ. മനസ്സലിവിൽ ദൈവകൃപ. ചാരുന്നേ. ഓ, ഹല്ലേലൂയ. മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. എന്നാശ്വാസവും എന്റെ ആനന്ദവും ഈ അവനിൽ നീ മാത്രമേ. എന്നാശ്വാസവും എന്റെ ആനന്ദവും ഈ അവനിൽ നീ മാത്രമേ. കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ ഞാൻ Glory, 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 glory. ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ ആമേൻ, ഹല്ലേലൂയ. കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയം, 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 ജയം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇത്രയും പേർ കൂടപ്പെട്ട ഈ നല്ല യോഗത്തിൽ ആത്മാവിൽ സന്തോഷിക്കാതെ കടന്നുപോയാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. നാം എന്തിനായി ഇവിടെ വന്നു? കാഴ്ച കാണുവാൻ വന്നതല്ല, നേർച്ചയ്ക്ക് വന്നതല്ല, വഴിപാട് കഴിക്കാൻ വന്നതല്ല. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വായിൽ കൂടെ അന്യഭാഷ സംസാരിപ്പാൻ, ഓ നിന്റെ ജീവിതം ധന്യമായി തീരുവാൻ, നീ രൂപാന്തരപ്പെടുവാൻ, നീ ദുഷ്ടലോകത്തിൽ ജീവിപ്പാനുള്ള കൃപ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ഓ ജയം 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ കൃപയല്ലോ തന്റെ കൃപയല്ലോ തന്റെ കൃപയല്ലോ തന്റെ കൃപയല്ലോ കൺമണി പോലെ സൂക്ഷിച്ചത് തന്നാരക കൃപയല്ലോ കൺമണി പോലെ സൂക്ഷിച്ചത് തന്നാരക കൃപയല്ലോ തന്റെ കൃപയല്ലോ Hallelujah, hallelujah, hallelujah. Amen. Hallelujah. സൂക്ഷിപ്പ് എന്ന് പറയുന്നത് കൈകാൽ തട്ടാതിരിക്കുന്ന ഒരു സൂക്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ആപത്തിൽ നിന്ന് വിടുവിച്ച ഒരു